നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വലിയ പരാജയത്തിന് ശേഷം CPIM-ഉം CPI-യും വലിയ തോതിലുള്ള വിശകലന യോഗങ്ങൾ ചേരുന്നു. എന്തുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു എന്ന് പരിശോധിക്കാനുള്ള പ്രാഥമിക യോഗങ്ങളിൽ രണ്ട് പാർട്ടികളും രണ്ടുതരം കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല എന്ന്, വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ കൂടെ ചേർത്ത് നിർത്തിയതിന്റെ പ്രതിഫലനമൊന്നുമില്ല ഈ പരാജയത്തിൽ എന്നാണ് CPIM കണ്ടെത്തിയിട്ടുള്ളതെങ്കിൽ, വെള്ളാപ്പള്ളി നടേശൻ ബാധ്യതയായി എന്ന് CPI മനസ്സിലാക്കുന്നുവെന്ന് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ സമീപന ശൈലി പ്രതിഫലിച്ചിട്ടുണ്ട്. അത് മുന്നണി യോഗത്തിൽ പറയാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നാണ് CPI നേതൃയോഗത്തിൽ അംഗങ്ങൾ പ്രതികരിച്ചത്. അതിനുശേഷം CPIയുടെ വിമർശനം പുറത്തു വന്നതിന് പിന്നാലെ CPIയെ തള്ളിപ്പറയാൻ മുന്നിൽ വന്നു നിന്നത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. വെള്ളാപ്പള്ളി CPIയെ ചതിയൻ എന്നൊക്കെ വിളിക്കുകയാണ്. അതിന് വെള്ളാപ്പള്ളി ഏത് കപ്പാസിറ്റിയിലാണ് ആ വിളിക്കുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും CPM-ന്റെ ഒരു പ്രധാന ആൾ താനാണ്. CPM പ്രതിസന്ധിയിലാകുമ്പോഴെല്ലാം ഇടപെടേണ്ടത് താനാണ് എന്ന മട്ടിലാണ് വെള്ളാപ്പള്ളി ചാടിയിറങ്ങി CPIയെ ചീത്ത വിളിക്കുന്നത്. അത് CPI വകവെച്ച് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ചതിയൻ ചന്തു എന്ന പരാമർശം ഏറ്റവും നന്നായി ചേരുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് എന്ന് പറയാൻ ബിനോയ് വിശ്വം മടി കാണിച്ചില്ല എന്ന് മാത്രമല്ല, തൻ്റെ കാറിൽ അദ്ദേഹത്തെ കയറ്റുകയുമില്ല എന്ന് പറയുകയും വെള്ളാപ്പള്ളിയെ പൂർണ്ണരൂപത്തിൽ തള്ളി പറയുന്നു. LDFന്റെ ഒരു ഭാഗവുമല്ല, LDFന്റെ കൂടെയുമല്ല വെള്ളാപ്പള്ളി എന്നാണ് അദ്ദേഹം പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള സകല വിദ്വേഷ പ്രചാരണങ്ങളോടും സർവ്വഥാ മൗനം അവലംബിച്ച ബിനോയ് വിശ്വം ഇപ്പോൾ വെള്ളാപ്പള്ളി എന്ന പേരൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. വെള്ളാപ്പള്ളിയെ വിമർശിക്കാൻ സജ്ജമാകുന്നു. അതേസമയം ഇപ്പോഴും വെള്ളാപ്പള്ളിയെക്കുറിച്ച് വിരുദ്ധവാചകങ്ങളൊന്നും പറയാതിരിക്കാനുള്ള സവിശേഷ ശ്രദ്ധ CPIM-ന്റെ ഭാഗത്ത് നിന്ന് കാണാം എന്നതും കാണേണ്ട കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റു എന്ന പരിശോധന നടത്തുന്ന രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടു തരം കാരണങ്ങൾ കണ്ടെത്തുന്നു. അവ രണ്ടിനുമിടയിൽ വലിയ തോതിലുള്ള അകലവുമുണ്ട്. എങ്ങനെ ഈ മുന്നണി സത്യത്തിൽ പരാജയത്തെ പഠിക്കും, പരിഹാരം കണ്ടെത്തും എന്ന ചോദ്യം ഇവിടെയുണ്ട്. ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം VPP മുസ്തഫ CPIM-ൽ നിന്ന്, റിജിൽ മാക്കുറ്റി കോൺഗ്രസ് നേതാവ്, ബലദേവ് സച്ചിദാനന്ദൻ ഇടതു നിരീക്ഷകൻ, ദാമോദർ പ്രസാദ് നിരീക്ഷകൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ദാമോദർ പ്രസാദ്, ഈ CPI ഇപ്പോൾ നടത്തുന്ന ഈ വിശകലനം, അതിൻ്റെ പേരിൽ പിന്നീട് നടത്തുന്ന തുറന്നു പറച്ചിലുകൾ എന്നിവ ഇടതു മുന്നണിയെ സംബന്ധിച്ച് എന്തുമാത്രം പ്രത്യാശ നിർഭരമായിട്ട് താങ്കൾ കാണുന്നുണ്ട്? അതോ അത് അവരുടെ ഒരു എന്താണ് ഒരു സാധാരണ നിലയ്ക്കുള്ള ഒരു ചോദ്യം പറച്ചില്ല വർത്തമാനം, അതിനപ്പുറത്തേക്കൊരു ആഴമുള്ള നിലപാടായിട്ടൊന്നും കാണാൻ കഴിയില്ല എന്നാണോ? തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണിക്ക് ഏറ്റ തിരിച്ചടികൾ യാഥാർത്ഥ്യബോധത്തോടെ വിലയിരുത്തുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല, ഏതൊരു പാർട്ടിയും ആ മുന്നണി വിലയിരുത്താൻ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി യഥാർത്ഥ കാര്യങ്ങൾ എന്തായിരുന്നു, എന്തൊക്കെയാണ് ബാധിച്ചത്, തെരഞ്ഞെടുപ്പിൽ പല ഫാക്ടേഴ്സും ബാധിച്ചിട്ടുണ്ടാകും. ആ ഫാക്ടേഴ്സ് ഒന്നൊന്നായി മനസ്സിലാക്കി അത് യാഥാർത്ഥ്യബോധത്തോടെ, ഞാൻ അടിവരയിടുന്നു, യാഥാർത്ഥ്യബോധത്തോടെ, എന്നാൽ സത്യസന്ധമായും ആത്മാർത്ഥമായും ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സൗമനസ്യത്തോടുകൂടി വിലയിരുത്തുക. ആ സമയത്ത് ആ വിലയിരുത്തൽ എന്ന് പറയുന്നത് വിമർശനാത്മകമായ വിലയിരുത്തലായിരിക്കാം. സ്വയം വിമർശനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം മറ്റ് പാർട്ടികളും വ്യത്യസ്തമായിട്ട് അതൊരു സംഘടനാ തത്വമായിട്ട് കാണുന്ന വിഭാഗമാണ് സ്വയം വിമർശനം. ആ സ്വയം വിമർശന അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് പറ്റിയ പാളിച്ചകൾ എന്താണ്, ജനങ്ങളുമായിട്ടുള്ള സംവേദനത്തിലും ജനങ്ങളുമായുള്ള ബന്ധത്തിലൊക്കെ തന്നെ എന്തൊക്കെ പാളിച്ച പറ്റി, ഇത് തിരുത്തുക എന്ന ഉദ്ദേശത്തോടെയും ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്വയം വിമർശനം നടത്താറ്. അങ്ങനെ രണ്ട് പാർട്ടികളുടെ സ്വയം വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ പറ്റിയ പാളിച്ച, എന്തൊക്കെയാണ് അതിന് ഫലമായി ഉണ്ടായ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മളുടെ വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ കേരളത്തെ മുന്നണി നയിക്കുന്ന CPM-നെ സംബന്ധിച്ചോളം യാഥാർത്ഥ്യബോധത്തെക്കാൾ ഉപരിയായിട്ട് കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാതിരിക്കുക എന്നുള്ള വലിയ യജ്ഞമാണ് ഇവിടെ നടന്നതായിട്ട് എനിക്ക് തോന്നിയത്. നമ്മളെ സംബന്ധിച്ചോളം കാരണം തെരഞ്ഞെടുപ്പിൽ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്ന ഒരു വസ്തുത യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യവും അഡ്രസ്സ് ചെയ്ത് ഒന്നും സംഭവിക്കില്ല. കാര്യം അത് തിരുത്തേണ്ടതാണ്. എന്തായിരുന്നു ഭരണവിരുദ്ധ വികാരം നോക്കിയാൽ അത് എക്കാലം നിൽക്കുന്നതായിരിക്കണമെന്നില്ല, തിരുത്തപ്പെടാം. 2, മുഖ്യമന്ത്രിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പിശകുകളുണ്ടോ? ആഭ്യന്തര വകുപ്പ് അദ്ദേഹമാണ് കൈകാര്യം. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ യാഥാർത്ഥ്യം എന്തെങ്കിലും ഉണ്ടോ? അത് വിമർശന വിധേയമാക്കണ്ടോ? തിരുത്തേണ്ടതായ നടപടികളുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. ഇങ്ങനെ അതൊരു വിഷയം. പിന്നെ അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് PM ശ്രീ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മതേതര സമൂഹവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ നിലപാടുകൾ ആ രീതിയിൽ CPM-ന്റെ തന്നെ അണികൾക്കും CPM-ന്റെ അനുഭാവികൾക്കും എത്രമാത്രം അവരിൽ അതിൻ്റെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ശബരിമല പോലെ വിഷയം എങ്ങനെയാണ് ഇലക്ഷന് നിർണായകമായതെന്നും ആ ശബരിമല വിഷയത്തിൽ CPM-ന്റെ നിലപാടുകൾ എന്തുകൊണ്ട് പാളിച്ച പറ്റിയ നിലപാടുകളാണെന്നും 2 CPM-ന്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ CPM-ന്റെ നേതൃത്വത്തിൽപ്പെട്ട ആൾക്കാർ
പ്രതികളായി ജയിലിൽ കിടക്കുമ്പോൾ എന്തുകൊണ്ട് ആ പ്രശ്നം വേണ്ട പോലെ അഡ്രസ്സ് ചെയ്ത് ഒഴിഞ്ഞു മാറുന്നോ, അതിനെ പ്രശ്നം മനസ്സിലാക്കാതെ പോയതോ തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്താണ് നടപടികൾ. പിന്നെ ഇതിനേക്കാൾ ഉപരിയായിട്ട് സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ്റായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളിൽ ഏറ്റവും വെള്ളാപ്പള്ളി നടേശൻ ഒരാൾ വലിയ സ്വീകാരനാവുകയും അദ്ദേഹത്തിൻ്റെ വാക്വിലാസത്തെ പ്രകീർത്തിക്കുകയും അത് മഹാനായ കുമാരനാശൻ്റെ തുടർച്ചയായിട്ട് സ്ഥാപിക്കുകയും അങ്ങനെയൊക്കെ പറഞ്ഞു, അതിനൊക്കെ പല വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും സ്ഥാപിക്കുകയും വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് വെച്ച് മലപ്പുറത്ത് നിവാസികളെ അപമാനിച്ച് മലപ്പുറം ജില്ലയെ മോശപ്പെടുത്തുകയും കേരളത്തിൽ മുസ്ലിം വിരുദ്ധ ഒരു വളരെ ആസൂത്രിതമായി പ്രചരിപ്പിക്കും. ഒരു BJP നേതാവ്, ഒരു RSS നേതാവിനേക്കാൾ ശക്തമായ രീതിയിൽ തന്നെ ആ വിഷം തുപ്പുകയും ചെയ്ത സമയത്ത് ആ വ്യക്തിക്ക് വേണ്ടി കൊടുത്ത പിന്തുണ ആ വ്യക്തിയുടെ നിലപാട് സാധൂകരിക്കുകയും അദ്ദേഹത്തെ ഈ ശബരിമലയിൽ ഇപ്പോൾ കോൺക്ലേവിന് അദ്ദേഹത്തിനൊക്കെ കാറിൽ കയറ്റി കൊണ്ടുപോകാന്നൊക്കെ പറയുന്ന സംബന്ധിച്ചോളം അതൊക്കെ പ്രതീകാത്മകമാണ്. നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ പണ്ടൊരു മിനി ക്യാബിനറ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നടത്തിന് കണിച്ചുകുളങ്ങര പണ്ട് അന്ന് കഴിഞ്ഞ മിനിസ്റ്റർ സമയത്ത് ഒരു മിനി ക്യാബിനറ്റ് നടത്തി. അതിൻ്റെ റിസൾട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഒരു പങ്ക് വെള്ളാപ്പള്ളി നടേശൻ വഹിച്ചിട്ടില്ലെന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് ഒരു പങ്ക് വഹിക്കുകയില്ല, പ്രതികൂലമായ പങ്ക് വല്ലതും വഹിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം മാത്രമല്ല, ഈ സാമുദായ നേതാക്കളെ പ്രീണിപ്പിക്കുക. നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായി വന്ന വെള്ളാപ്പള്ളി നടേശൻ മറ്റു സാമുദായിക നേതാവുകളുണ്ട് പെരുന്നയിൽ, അദ്ദേഹത്തെയും പ്രീണിപ്പിക്കാൻ നടപടി നടന്നിരുന്നു ഇതിൻ്റെ ഇടക്കാലത്ത്. ഈ സാമുദായിക നേതാക്കൾക്ക് സമുദായത്തിൻ്റെ വലിയ പിന്തുണയിലും അവരെ പ്രീണിപ്പിക്കുന്നത് സത്യത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും അവരെ അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം തികച്ചും ദോഷകരമാണ്. ചരിത്രപരമായിട്ടൊരു റോള് നിർവഹിച്ചു കഴിഞ്ഞ പ്രസ്ഥാനങ്ങളാണെന്ന് അവർക്ക് പ്രത്യേകിച്ച് യാതൊരു റോളിനും അവർക്ക് സമൂഹത്തിലും സമുദായത്തിനിടയിൽ തന്നെ അവരുടെ നേതൃത്വത്തിന് വളരെ എന്താ പറയുക പ്രതികൂലമായൊരു സാന്നിധ്യമായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. തിരിച്ചറിയാൻ പോലുമുള്ള യാഥാർത്ഥ്യബോധം ഇല്ലായ്മ CPM-നെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ CPI ഒരു തിരുത്തൽ ശക്തിയായിട്ട് PM ശ്രീ നമ്മൾ കണ്ടതാണ്, ഒരു തിരുത്തൽ ശക്തിയായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് ഇതിനകത്ത് ദാമോദർ പ്രസാദ്, ഈ CPI ഇപ്പോൾ തിരുത്തൽ ശക്തി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശുദ്ധ വർഗീയതയാണ്, വ്യാജമാണ്, ഇടതുപക്ഷത്തിന്റെ നയത്തിന് യോജിക്കാത്തതാണ് എന്നൊക്കെ CPIക്ക് അറിയാത്തതല്ലോ. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാത്തതല്ല വെള്ളാപ്പള്ളി നമുക്ക് പറ്റിയ ആളല്ല എന്ന്. എന്നിട്ട് അന്ന് മിണ്ടാതിരിക്കുകയും ഇന്ന് മിണ്ടുകയും ചെയ്യുന്നത് സത്യത്തിൽ CPIയുടെ കമ്മ്യൂണിസ്റ്റ് മൂല്യബോധവുമായിട്ട് വല്ല ബന്ധമുള്ള കാര്യമാണോ? കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമായിട്ട് തീർച്ചയായിട്ടും ബന്ധമുണ്ട്. CPI ചില സ്ഥലങ്ങൾ അടവ് നയം CPIയുടെയും CPM-ന്റെയും ഭാഗമുള്ള അന്ന് അടവുപരമായിട്ട് അന്ന് ഇലക്ഷൻ സമയത്ത് അല്ല എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളിയുടെ കൂടെ കൂടിയിട്ട് വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന മൗനം, എന്ന വഞ്ചനാപരമായ മൗനം ഒരു തവണ എടുത്തിട്ട് പാളിയപ്പോ ഇപ്പോൾ ശുദ്ധരാഷ്ട്രീയം കളിക്കാൻ വന്നിരിക്കുകയാണ് എന്ന് വിമർശിക്കാം. CPIക്ക് അങ്ങനെ ഒരു സമയം ഉണ്ടല്ലോ, CPIക്ക് സമയമുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാര്യം PS ശ്രീമയ്ക്ക് നിലപാട് ഇലക്ഷൻ മുമ്പിൻ്റെ അടുത്താണ്. വേറൊരു കാര്യം അവർ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ CPIയും CPIയുടെയും ഈ ദേശീയ ഭരണകൂടത്തെ വിലയിരുത്തുന്നതിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ഫാഷിസ്റ്റ് സർക്കാർ എന്ന് വിളിക്കുന്ന നവഫാഷിസ്റ്റ് പ്രവണതകളെന്നാണ് CPM വിളിക്കുന്നത്. ആ വിലയിരുത്തലിൻ്റെ വ്യത്യാസമാണ് PM ശ്രീയിലും പ്രതിഫലിച്ചത്. അപ്പോൾ ആ നിലപാട് CPIക്ക് ഉണ്ട്, CPI മുമ്പ് കാണിച്ചത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ ബന്ധപ്പെട്ട് കേരള സാമുദായിക നേതാവാണല്ലോ, അദ്ദേഹത്തെ വരെ പ്രീണിപ്പിച്ചാൽ ഈ CPI കുറച്ച് ആധിപത്യമുള്ള സ്ഥലങ്ങൾ, CPI കുറച്ച് സ്വാധീനമുള്ള തൃശ്ശൂർ, ആലപ്പുഴയെ കുറച്ച് വോട്ട് കിട്ടുന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ അത് പാളിപ്പോയെന്നും അവർക്ക് യാഥാർത്ഥ്യബോധം മനസ്സിലായി. കാര്യം ഏത് സമുദായത്തെയാണോ വെള്ളാപ്പള്ളി നടേശൻ ആ സമുദായം തന്നെ ഒരു തരത്തിലും വോട്ട് ചെയ്യുമ്പോൾ ആ സമുദായത്തിൻ്റെ വോട്ടുകൾ വേറെ രീതിയിൽ BJPയിലേക്ക് കൂടി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നൊരു യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളതും അത് തിരുത്താൻ ബാധ്യസ്ഥരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് മനസ്സിലാക്കി വരാൻ പോണ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ തിരിച്ചടിയാവും. തിരിച്ചറിയത് CPIക്ക് ഇപ്പോഴെങ്കിലും ഉണ്ടായും അത് തുറന്നു പറയാൻ തയ്യാറായതും നന്നായി. കാര്യം പക്ഷേ യാഥാർത്ഥ്യബോധവും സ്വയം വിമർശനവും CPIക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാനും തിരിച്ചറിയാൻ കഴിഞ്ഞ പ്രധാന കാര്യമാണ്. ഇത് രണ്ടും അവിടെ അഭാവപ്പെട്ട് കിടക്കണല്ലോ. ബൽദേവ് സച്ചിദാനന്ദൻ, CPIയും CPIM-ഉം രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ വർഗീയവാദം പറയുന്ന മനുഷ്യരെ കൂട്ടുപിടിച്ചത് തിരിച്ചടിയായി എന്നൊരു പാർട്ടി വിലയിരുത്തുന്നു. CPM-ന് ഇപ്പോഴും അങ്ങനെ ഒരു വിലയിരുത്തലില്ല. ആ വൈരുദ്ധ്യം എങ്ങനെ സംഭവിക്കുന്നതായിരിക്കും? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയമുണ്ടാതായി ഞങ്ങൾ വിലയിരുത്തി. ഇവിടെ 10 വർഷമായിട്ടുള്ള ആന്റി ഇൻക്യുബൻസി, ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഏത് ഗവൺമെന്റ് തുടർച്ചയായിട്ട് 10 വർഷം ഭരിച്ചാലും അങ്ങനെ ഒരു വികാരം ഉണ്ടാവും. അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു താൽക്കാലികമാണ്. അത് എന്തെന്ന് വിശകലനം ചെയ്ത് ഓവർടേക്ക് ചെയ്യാം. മറ്റൊന്ന്, ശബരിമല സംഭവത്തിൽ തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് അല്പം തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് വെള്ളാപ്പള്ളി. അതിന് വേറെ എങ്ങും പോകണ്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ പോയായിരുന്നു. കൊല്ലം ജില്ലയിൽ കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് ഉയർത്തി കാണിച്ചത് എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് AK ഹഫീസ്. അദ്ദേഹം മുസ്ലിം സമുദായത്തിലുള്ളതാണ്. പക്ഷേ ഇടതുപക്ഷം ഞങ്ങൾ ഉയർത്തി കാണിച്ചത് CPM-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള അനിരുദ്ധൻ. അദ്ദേഹം ഈഴവ സമുദായമാണ്. ഈഴവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധുക്കളുള്ള ഒരു കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ. ഇവിടെ ഞങ്ങൾ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. അതിൻ്റെ അർത്ഥം മതന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്യും. എന്നിട്ട് ഈഴവരുടെ വോട്ടോട്ട് ലഭിച്ചതുമില്ല. അതിന്റെ തെളിവാണ് അനിരുദ്ധൻ സഖാവ് തന്നെ തോറ്റുപോയി. ആലപ്പുഴയിൽ SNDPക്ക് ബന്ധുക്കളുള്ള പല മുനിസിപ്പാലിറ്റികളും ഇടതുപക്ഷത്തിന്റെ ആയിരുന്നു UDF തിരിച്ചു പിടിച്ചു. അപ്പൊ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന മുസ്ലിങ്ങൾ മാത്രമല്ല ഇടതുപക്ഷം തകറ്റിയത്, ചിന്തിക്കുന്ന ഈഴവരെയും കൂടെ
ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റി. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. CPIയുടെ ആ ഒരു പ്രസ്താവനയോടെ ഞങ്ങളുടെ പാർട്ടി പരിപൂർണമായിട്ട് യോജിക്കുകയാണ്. അതുപോലെ തന്നെ PM ശ്രീയിൽ ഒപ്പുവെച്ചത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അത് കേരളത്തിന്റെ വികസനത്തിന് നല്ല കാര്യമാണ്, അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇപ്പോൾ തീർച്ചയായിട്ടും ആന്റി ഇൻകംബൻസിയോടൊപ്പം തന്നെ ന്യൂനപക്ഷ ഇടതുപക്ഷത്തിനെതിരെ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചു. അതാണ് നമ്മൾ വടക്കൻ ജില്ലകൾ കണ്ടത്. കോഴിക്കോടൊക്കെ, മലപ്പുറത്ത് എതിരില്ലാതെ തന്നെ അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് അവർ വലിയ മുന്നേറ്റം നടത്തി. വടക്കൻ ജില്ലകൾ, മുസ്ലിം ഭൂരിപക്ഷമുള്ള വടക്കൻ ജില്ലകളിൽ വളരെ മുന്നേറ്റം നടത്തി. അപ്പൊ അത് നമ്മൾ തിരുത്തപ്പെടേണ്ടതാണ്. വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരു വർഗീയവാദി, തീർച്ചയായും വർഗീയവാദിയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിന്നപ്പോൾ ഭാര്യ പ്രീതി നടേശൻ ഇറങ്ങി BJP വോട്ട് പിടിച്ചു. തുഷാർ വെള്ളാപ്പള്ളി BJP വോട്ട് പിടിച്ചു. അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ റാവുത്തറെ, എന്താ, ഇവർ ഇടതുപക്ഷത്തിലും BJPയിലുമായിട്ട് നിന്നില്ലെങ്കിൽ അച്ഛനും മക്കളും കുടുംബത്തോടെ ജയിലിൽ പോകും. VS അച്യുതാനന്ദൻ തന്നെ കൊടുത്ത നിരവധി കേസുകൾ ഇവർക്കെതിരെയുണ്ട്. അപ്പോൾ കേസിൽ നിന്ന് രക്ഷപ്പെടുക. ഈ വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ ഷാവപ്രസാദ് പറഞ്ഞതുപോലെ, വെള്ളാപ്പള്ളി നടേശനെ ആര് ജയിപ്പിക്കാൻ നടന്നോ അവർ തോറ്റുപോയിട്ടുണ്ട്, ആര് തോൽപ്പിക്കാൻ നടന്നോ അവർ ജയിച്ചു പോയിട്ടുണ്ട്. VM സുധീരനെ തോൽപ്പിക്കാൻ നടന്നപ്പോൾ വൻപിച്ച ഭൂരിപക്ഷത്തിൽ VM സുധീരൻ ജയിച്ചു. മാവേലിക്കന് നമുക്കറിയാം, കൊല്ലത്തുള്ള PC വിഷ്ണുവിനെ തോൽപ്പിക്കാൻ നടന്നു, PC വിഷ്ണു അവിടെ ജയിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ പിന്നിൽ സമുദായം ഒന്നുമില്ല. അതുപോലെ തന്നെ NSSന്റെ പെരുന്നയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായ ചില പ്രസ്താവനകൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ കൂടെ എന്നും നിന്നിട്ടുള്ള പിന്നോക്ക ന്യൂനപക്ഷ സമുദായങ്ങളിൽ ഇടതുപക്ഷത്തിനെതിരെ ഒരു വിരുദ്ധതയുണ്ടാക്കി. അത് മനസ്സിലാക്കണം. ഞങ്ങളൊരു ചെറിയ പ്രസ്ഥാനമാണെങ്കിൽ പോലും ഞങ്ങൾ ആ കാര്യത്തിൽ CPIയുടെ നിലപാടിനോട് ഞങ്ങൾ യോജിപ്പാണ്. എല്ലാ കാര്യങ്ങളും യോജിക്കുന്നില്ല എങ്കിൽ പോലും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ നമ്മൾ അകന്നുപോയതും ഹിന്ദുക്കളിൽ തന്നെയുള്ള പിന്നോക്ക സമുദായങ്ങൾ, ഇടതുപക്ഷത്തിന്റെയും CPMന്റെയും ഞങ്ങളുടെയൊക്കെ ശക്തി എന്ന് പറയുന്നത് എപ്പോഴും ഈഴവാദി പിന്നോക്ക സമുദായമാണ്. മുന്നോക്ക സമുദായക്കാർ ഒരുപക്ഷെ പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ കണ്ടാൽ അടിച്ചു കൊല്ലുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇടതുപക്ഷ പിന്നോക്ക സമുദായക്കാർ, ഈഴവര്, പട്ടികവർഗം ഒക്കെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നട്ടെല്ലെന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള സമുദായ ആചാര്യന്മാരെ പ്രീണിപ്പിക്കുന്ന ഒരു നടപടി ഇടതുപക്ഷത്തിന്റെ ഒരു നേതാക്കന്മാർക്ക് ഭൂഷണമല്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ അങ്ങേയറ്റം കേരളത്തെ അങ്ങനെ ഇരിക്കുമ്പോഴും, അതായത് ഈ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് നടന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് പഠിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് മാത്രമല്ല, അത് ഗുണം ആർക്കെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് BJPക്കാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. എന്നിട്ടും വെള്ളാപ്പള്ളിയെ വിടില്ല എന്ന് CPIMനെ പോലെ വലിയൊരു പാർട്ടി തീരുമാനിക്കുന്നതിന് പിന്നിലെ കാരണം പിന്നെ എന്തായിരിക്കും? ബൽദേവ്, ഈ തെരഞ്ഞെടുപ്പല്ല റാവുത്തറെ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വെള്ളാപ്പള്ളിയും സമുദായ നേതാക്കന്മാരും ആർക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. അവരൊക്കെ തോറ്റ ചരിത്രമേ ഉള്ളൂ. കാരണം കേരളത്തിലെ ജനത വളരെ വിദ്യാഭ്യാസമുള്ള, ചിന്തിക്കുന്ന ഒരു ജനതയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ, കുമാരനാശാന്റെ ഒക്കെ തത്വസംഹിതകൾ വായിച്ച് പഠിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. അതിനൊക്കെ എതിരായിട്ട് വെള്ളാപ്പള്ളിയെ പോലുള്ളവരായാലും സുകുമാരൻ നായരെ പോലുള്ളവരായാലും അതിനനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ചിന്തിക്കുന്ന ജനത തിരിയും. പിന്നെ ഇവർ പിടിച്ചു നിൽക്കുന്ന എന്താ, മന്നത്ത് പത്മനാഭനും ഒക്കെ ഉണ്ടാക്കിയ ഒരു നിയമാവലിയുണ്ട്. സമുദായം കെട്ടുറപ്പോടെ നിൽക്കണമെന്നുള്ളത് കൊണ്ട് കമ്പനി ആക്ട് അനുസരിച്ച് NSS SNDP ഒക്കെ രജിസ്റ്റർ ചെയ്തു. വോട്ടർമാരെ അവർ വീട്ടിലിരുന്നുകൊണ്ട് തയ്യാറാക്കും. അവർക്ക് ഇഷ്ടമുള്ളവരാണ് വോട്ടർമാരാകുന്നത്, അവർക്ക് ഇഷ്ടമുള്ളവരാണ് താഴേക്കിടയിലെ ഭാരവാഹികളാകുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. NSSനും SNDPക്കും നമ്മുടെ ജനാധിപത്യ രീതിയിൽ വോട്ടേഴ്സ് വന്നാൽ ഇവർ രണ്ടുപേരും ആ തലപ്പത്ത് കാണത്തില്ല, കെട്ടിവെക്കുന്ന കാശ് പോലും കിട്ടാത്ത രീതിയിലേക്ക് പോകും. അപ്പോൾ ആ രീതിയിലാണ് ഈ സമുദായ നേതാക്കന്മാർക്ക്, അത് ഈ സമുദായം എന്നല്ല, താങ്കൾ പറഞ്ഞ പോയിന്റ് മനസ്സിലായി. പക്ഷെ താങ്കൾ CPIMനെ ആ കാര്യത്തിൽ നോക്കിക്കാണുന്നുണ്ടോ? CPIMന് ഈ എന്താണ്, വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടിയതിൽ പരാജയ കാരണമൊന്നും ആയിട്ടില്ല എന്ന് പറയുന്നത് മാത്രമല്ല, വെള്ളാപ്പള്ളിയെ ഇപ്പോഴും അവർ കൈവിടാനൊട്ട് തയ്യാറുമല്ല എന്നാണ് അവരുടെ നില. അപ്പോൾ അവർക്ക് രാഷ്ട്രീയം മനസ്സിലാക്കുന്നതിൽ, ജനവിധിയെ പഠിക്കുന്നതിലുള്ള ഒരു എഫിഷ്യൻസി ഇഷ്യൂ ആണോ അതോ വേറെ വല്ല റീസണും ആണോ? അല്ല, അതെനിക്കറിയില്ല. അത് CPM പരിശോധിക്കേണ്ടതാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനവും CPIയുടെ ഏകദേശം ഇടതുപക്ഷത്തിന്റെ മൊത്തത്തിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അഭിപ്രായം എന്ന് പറയുന്നത്, ഈ ഇലക്ഷന് ഏറ്റവും കൂടുതൽ, വെള്ളാപ്പള്ളി മാത്രമല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഇലക്ഷന് ദോഷം ചെയ്ത പല കാര്യങ്ങൾ, ശബരിമല സംഭവം ഞങ്ങളുടെ ദോഷം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വളരെ കൂടുതൽ ദോഷം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് 10 വർഷമായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന വളരെ കൂടുതൽ ജനോപകാരകരമായ കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെന്റാണ്. അതിനകത്തൊന്നും തർക്കമില്ല. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ ആരോഗ്യ മേഖലയിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റില്ല, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തികമായിട്ട് പാവത്തങ്ങളെ സംരക്ഷിക്കുന്നതിൽ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ക്ഷേമ പെൻഷനുകൾ എല്ലാം വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ജനങ്ങൾക്ക് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച ജനക്ഷേമപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ്. പക്ഷേ നമുക്കറിയാം, വെള്ളവസ്ത്രത്തിൽ പറ്റുന്ന ചെറിയ കറുപ്പ് പോലും എടുത്തു കാണിക്കും എന്ന് പറയുന്നത് പോലെ ഇടതുപക്ഷം ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെയുള്ള 1-2 വർഗീയവാദികൾ ഇതിനകത്ത് ഇടപെട്ടപ്പോൾ അതെല്ലാം വളരെ അല്പം കറുപ്പ് വന്നാൽ മതി, സൂര്യനെ വരെ മറച്ചു നിൽക്കും അല്പസമയത്തേക്ക്. ഈ കാർമേഘങ്ങൾ സൂര്യനെ മറയ്ക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഇടതുപക്ഷ മുന്നണിക്ക് ഇപ്പോഴുണ്ടായിട്ടിരിക്കുന്ന ഈ പരാജയം എന്ന് പറയുന്നത്. കാർമേഘങ്ങൾ ഒരു കാറ്റടിക്കുമ്പോൾ മാറും,
സൂര്യൻ കൂടുതൽ ശോഭയുടെ തിരിച്ചു വരും. പക്ഷെ ആ കാർമേഘങ്ങൾ ഇങ്ങനെയുള്ള വർഗീയവാദികളാണ് ഇടതുപക്ഷത്തിന് മുകളിൽ ആ കരുനിഴൽ വീഴ്ത്തിയത്. അത് മനസ്സിലാക്കണം. CPM അത് മനസ്സിലാക്കും. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വരും എന്ന് വിചാരിച്ചു. അല്പം ഒന്ന് പരാജയപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ പണ്ടൊരിക്കൽ നയനാർ പറഞ്ഞതുപോലെ ഞങ്ങൾ 5 പ്രാവശ്യം പരാജയപ്പെട്ടിട്ടും ഒരിക്കൽ നയനാരും അഭിമുഖത്തിൽ പറഞ്ഞു 6ാമത് വളരെ ശക്തിയോടെ ഞങ്ങൾ തിരിച്ചു വന്നു. പല പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് ഇലക്ഷന് തോൽക്കുന്നതും ജയിക്കുന്നതും ഒരു ആത്യന്തികമായ ഒരു അവസാനം. ഞാൻ അടുത്തതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ റിജിൽ മാക്കുറ്റി, എന്തുകൊണ്ടായിരിക്കും ഈ അകലം ഈ രണ്ട് പാർട്ടികൾക്കും ഇടയിൽ വിലയിരുത്തൽ അല്ലെങ്കിൽ തോൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇപ്പം മൈനോറിറ്റി ബെൽറ്റിൽ നിന്ന് ആകെ വോട്ട് നഷ്ടപ്പെട്ടു CPM കാണുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു നടന്ന വർഗീയതയും ആ വെള്ളാപ്പള്ളിയെ പുൽകി നടന്ന CPIM-ഉമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും വെള്ളാപ്പള്ളിയെ വിടാൻ പറ്റുന്നില്ല. വെള്ളാപ്പള്ളിയുടെ പ്രസംഗങ്ങളുടെ ഇമ്പാക്റ്റ് നേടിയത് മൊത്തം BJP ആണ് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും വെള്ളാപ്പള്ളിയെ വിടുന്നില്ല എന്ന് തീരുമാനിക്കുന്നതിന് പിന്നിൽ ഞങ്ങളുടെ പോളിസി പാളിപ്പോയി എന്ന് സമ്മതിക്കാനുള്ള പെറ്റി ഈഗോയാണോ അതോ വേറെ വല്ല കാരണം ഉണ്ടാവുമോ? നിഷാദ്, ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ നടന്ന നവോത്ഥാനപരമായ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഗുരുദേവന്റെ തന്നെ ഏറ്റവും ദർശനമാണ് പലമത സാരവും ഏകമെന്നു പാരാതുലകിൽ ഒരാനയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടാൽ അലയാതെ അറിഞ്ഞിടണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ നാമങ്ങളെയും അത് ദർശനങ്ങളെയും എല്ലാം സ്വീകരിച്ചു എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് ഇന്ന് വന്നിരിക്കുന്ന ഒരാൾ ഏത് രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നുള്ളത് ഇന്ന് ഈ കേരളമാകെ കാണുകയാണ്. നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വേർതിരിക്കാനും വർഗീയത പറയാനും അതിൻ്റെ നാവായി ഒരു വർഗീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ പറയുന്നത് പോലെ ശ്രീനാരായണ ഗുരുദേവ പ്രസ്ഥാനത്തിൽ ഇരുന്ന് പറയുന്ന ഒരാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇനിയും ഭരിക്കാം, അടുത്ത ഈ വരുന്ന 3ാം ടേം മുഖ്യമന്ത്രിയാവാം എന്നുള്ള ഒരു വ്യാമോഹത്തിൻ്റെയും തെറ്റായ ചിന്തയുടെയും ധാരണയിലാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ ഉൾപ്പെടെയുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോയത് എന്നുള്ളത് നമ്മൾ കാണാണ്. അതിനുള്ള കൃത്യമായ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് വളരെ കൃത്യമായി കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ പ്രത്യേകിച്ച് ഈഴവ സമൂഹം ഉൾപ്പെടെ അതിശക്തമായ രൂപത്തിൽ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഇവർക്കെതിരായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നിലപാട് പറയേണ്ട ഒരു പാർട്ടിയാണ് CPI. പക്ഷേ CPI ആ വിഷയത്തിനകത്ത് നിലപാട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ അവർക്ക് തോന്നി അടിവേര് ഇളകിയിരിക്കുന്നു, തോറ്റ് തൊപ്പിയിട്ടിരിക്കുന്നു, കാലിലെ മണ്ണ് മുഴുവൻ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം വന്ന അടിസ്ഥാനത്തിലാണ് ശ്രീ വിനോയ് വിശ്വം അത്തരമൊരു പ്രസ്താവന നടത്തിയത്. കേരളത്തിനകത്ത് നമുക്കറിയാം മലപ്പുറം ജില്ലയെക്കുറിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങൾ നോക്കൂ, ആ മലപ്പുറം ജില്ലയിലാണ് അവിടെ AP സ്മിജി എന്ന് പറയുന്ന ഒരു ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ച് മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ പാർട്ടി ഒരു ദളിതായ ഒരു സഹോദരിയെ അവിടെ മത്സരിപ്പിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി അവിടെ അഭിമാനത്തോടുകൂടി ഉയർത്തി കാണിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ മുസ്ലിം ലീഗിനെതിരായി ഏത് രൂപത്തിലുള്ള കടന്നാക്രമണമാണ് പറഞ്ഞത്. ഇന്ന് പോലും അദ്ദേഹം പറഞ്ഞില്ലേ ഞങ്ങൾക്ക് മലപ്പുറത്ത് എന്ത് തന്നില്ല, സ്കൂൾ തന്നില്ല, മലപ്പുറത്ത് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ഞങ്ങളെല്ലാം പിടിച്ചു വെച്ചു. അപ്പോൾ ചോദിച്ചു 10 വർഷമായില്ലേ, അല്ല അത് മുൻ സർക്കാർ എന്ന് പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് മാധ്യമങ്ങളുമായി കൊമ്പ് കോർക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. അവിടെ യഥാർത്ഥത്തിൽ ഇവിടെ സ്ഥാപനങ്ങൾ വന്നാൽ അവിടെയുള്ള SNDP സ്ഥാപനം വന്നാൽ അവിടെ എല്ലാവർക്കും പഠിക്കാമല്ലോ, അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. പക്ഷെ കൊടുക്കാതെ ഈ സർക്കാർ. പക്ഷേ ഇപ്പോഴും UDF-നെതിരായി പിണറായി വിജയൻ്റെ നാവായി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കിൽ പോലും അദ്ദേഹത്തിന് സ്ഥിരതയില്ലാത്തതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിന് അത്തരത്തിൽ മാധ്യമപ്രവർത്തനോട് ചൂടാകേണ്ടി വന്നത് നമ്മൾ കാണാണ്. യഥാർത്ഥത്തിൽ CPM കഴിഞ്ഞ കുറച്ച് കാലമായി BJP-യുടെ സംഘപരിവാരത്തിൻ്റെ ഒരു ഏജന്റായി മാറുന്നു എന്നുള്ളതാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ആനി രാജ എന്ന് പറയുന്ന CPIയുടെ നേതാവ് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ആരാണ്, RSS ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരുപാട് തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നത്തെ രവതാ ചന്ദ്രശേഖർ എന്ന് പറയുന്ന DGP എങ്ങനെയാണ് കേരളത്തിലേക്ക് വന്നത് നമുക്കെല്ലാം അറിയാലോ. അദ്ദേഹം ആരുടെ കീഴിലായിരുന്നു? നരേന്ദ്രമോദിയുടെ സെക്യൂരിറ്റി ചീഫായിരുന്നു. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ആരുടെ താല്പര്യം? പിണറായി വിജയൻ്റെ മാത്രമല്ല, നാഗ്പൂരിൻ്റെ താല്പര്യമാണ്, RSSന്റെ താല്പര്യമാണ്. ആ താല്പര്യത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നു. കേരളത്തിനകത്ത് പല വിഷയത്തിൽ PM ശ്രീ പദ്ധതിയിൽ എന്തിനാണ് ഒളിച്ചു കളിച്ച് ഒപ്പിട്ടത്? അതിൻ്റെ പാലമായി ജോൺ ബ്രിട്ടാസ് നിൽക്കുകയാണ്. അങ്ങനെ CPI ഉൾപ്പെടെയുള്ള മന്ത്രിസഭ പോലും അറിയാതെ ആ PM ശ്രീ പദ്ധതിയിൽ RSSന്റെ ആശയം നടപ്പാക്കാനുള്ള തീരുമാനമെടുത്ത് മുമ്പോട്ട് പോയത് കേരളത്തിൻ്റെ വികസനത്തിന് മാത്രമല്ല, CPM-ന്റെ പ്രഖ്യാപിതമായ നയം അല്ലെങ്കിൽ പൊളിറ്റ് ബ്യൂറോയുടെ നയം കഴിഞ്ഞ SFI സമ്മേളനത്തിൽ ആ വിദ്യാഭ്യാസ രീതി ഇവിടെ നടപ്പാകില്ല കേട്ടോ എന്ന് പറഞ്ഞ പിണറായി വിജയൻ തന്നെയാണ് ആരും അറിയാതെ തലയിൽ മുണ്ടിട്ടുകൊണ്ട് അവിടെ പോയി ഒപ്പിട്ടതും അതെന്തിനു വേണ്ടിയാണ് എന്നൊക്കെ ഈ നാടിൻ്റെ മുമ്പിലുണ്ട്. കേരളത്തിനകത്ത് അധികാരം പിടിക്കുന്നതിന്
വേണ്ടി, ഭൂരിപക്ഷത്തെ ഒന്ന് പ്രീണിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ പിണറായി വിജയൻ ഈ പാർട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണുകയാണല്ലോ. അതിൻ്റെ ഏറ്റവും ഒരു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ആ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ കാഫിറായി ചിത്രീകരിച്ചു. നമ്മളൊക്കെ കരുതി ഇത് CPM ആണോ ഇത് RSS ആണോ, അപ്പോൾ രണ്ടിലും മനസ്സിലാകുന്നില്ല. ഷാഫി പറമ്പിലിനെ കാഫിറായി, ശൈലജ ടീച്ചറെ കാഫിറായി ഷാഫി പറമ്പിൽ ചിത്രീകരിച്ചത് വാട്സപ്പ് ഇവർ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. അത് അവസാനം കണ്ടെത്തിയതാരാ? CPM-ന്റെ DYF-യുടെ നേതാവിൻ്റെ വാട്സപ്പിൽ നിന്നാണ് അത്തരമൊരു പിന്നെ സ്റ്റാറ്റസ് പോയത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു തരത്തിൽ ഇവിടെ BJPക്കും സംഘപരിവാറിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ മാറാണ്. തൻ്റെ മകളെയും കുടുംബത്തെയും രക്ഷിക്കാൻ നരേന്ദ്രമോദി കാണിക്കുന്ന ഭീഷണിക്ക് മുമ്പിൽ എല്ലാം വഴിപ്പെട്ട് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തെ RSSന് പാട്ടം കൊടുക്കാൻ തീരുമാനമെടുത്തപ്പോൾ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ആളുകൾ മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ്. വലിയ രൂപത്തിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയത്തിനകത്ത് നമ്മൾ കണ്ടത് എന്താണ്? ശബരിമലയെ സ്വർണ്ണപ്പാളികൾ മുഴുവൻ അടിച്ചു മാറ്റി അവിടെയുള്ള മുഴുവൻ പിന്നെ സ്വർണവും കൊള്ളയടിച്ച് കൊണ്ടുപോയ കാട്ടുകള്ളന്മാർ ആരാണ്? CPM-ന്റെ നേതാവ് മുൻ MLA പത്മകുമാർ ജയിലിൽ കിടക്കുകയാണ്. വാസു എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും വിശ്വസ്തൻ ജയിലിൽ കിടക്കുകയാണ്. ഇനിയും കിടക്കാൻ പോവുക. കൊടകംപള്ളി സുരേന്ദ്രൻ, പ്രശാന്തൻ ഉൾപ്പെടെയുടെ അന്വേഷണം ശക്തമായി നടന്നാൽ ആ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ശങ്കർദാസിനെ രക്ഷിക്കാൻ ഹരിശങ്കർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി അതിനകത്ത് SIT പോലും നുഴഞ്ഞു കയറി CPM ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് അന്വേഷണം അട്ടിമറിക്കാൻ നോക്കുക. നാളെ കടകംപള്ളിയും ശങ്കർദാസും അതോടൊപ്പം തന്നെ പ്രശാന്തൻ ഉൾപ്പെടെ ജയിലിലേക്ക് പോവാണ്. ഒരു കേരളത്തിലെ ഏറ്റവും വിശ്വാസികൾ വിശ്വസിക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രത്തിലെ സ്വർണം കട്ടുകൊണ്ടുപോയി എന്നുള്ളതാണ്. ആ അതിൽ പ്രധാനപ്പെട്ട LDF-ന്റെ നേതാക്കളായിട്ടുള്ള ആളുകൾ ജയിലിൽ കിടക്കുന്നത് നമ്മളെ ബാധിച്ചിട്ടുണ്ടെന്ന് CPI പറയുകയാണ്. റിജിൽ, നമ്മൾക്ക് വെള്ളാപ്പള്ളിയുമായി കൂട്ടുകൂടിയത് ബാധിച്ചിട്ടുണ്ട് എന്ന് CPI പറയുകയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണനായകന്റെ സമീപനങ്ങൾ നമ്മളെ ബാധിച്ചു. ഈ വികസന പ്രവർത്തനത്തിനും ക്ഷേമ പ്രവർത്തനത്തിനും ഇടയിലെന്ന് CPI പറയുകയാണ്. അപ്പൊ CPI ഉയർത്തുന്ന ഈ ശബ്ദത്തെ നിങ്ങൾ എന്തുമാത്രം പോസിറ്റീവായി കാണുന്നുണ്ടെന്ന് ചോദിക്കുകയാണ് ഞാൻ. ശ്രീ പിന്നെ നിഷാദെ, വെള്ളാപ്പള്ളി അവർ കൂട്ടിക്കൊണ്ടു പോയിക്കട്ടെ, നമുക്ക് ഒരു പ്രശ്നമില്ലെന്ന്. വെള്ളാപ്പള്ളിയെ കൂട്ടുന്നതനുസരിച്ചിട്ടുള്ള റിസൾട്ട് ഞങ്ങൾക്ക് ഉണ്ടാവും, അതിന് ഞങ്ങൾക്ക് തർക്കമില്ല. കാരണം പിന്നെ അതൊന്നും ഞങ്ങളുടെ മുമ്പിൽ വിഷയമല്ല. ഈ പറയുന്ന ആളുകൾ, ഈ പറയുന്ന പിന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും അതോടെ ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന ആൾക്കും അദ്ദേഹം പത്രക്കാരോട് പറയുമ്പോൾ എന്താണ് കേരളത്തിലെ ജനങ്ങളോട് പറയുന്നതെന്ന് അദ്ദേഹത്തിന് ബോധമില്ല. അദ്ദേഹം പറയുന്നത് ആർക്കും പാർട്ടി സഖാക്കൾക്ക് പോയിട്ട് ആ നാട്ടിലെ ആർക്കും മനസ്സിലാവാതെ ഗോവിന്ദൻ മാഷും കൂടി ഇതൊക്കെ ന്യായീകരിച്ച് പോവാണ്. ഗോവിന്ദൻ മാഷ് ജയിലിൽ കിടന്നപ്പോൾ പറയുകയാണ് ഇവർ കിടന്നപ്പോൾ പറയുന്നത് എന്തേ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടില്ല. ആരും സ്വർണം കട്ട കള്ളന്മാർ ജയിലിൽ കിടന്നപ്പോൾ പാർട്ടി നേതാക്കന്മാർ കിടന്നപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ ആളുകൾ ജയിലിൽ കിടന്നില്ല എന്ന് പറയുന്ന ഒരു പമ്പര വിഡ്ഢിയാണ് കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇവരൊക്കെ നയിക്കുന്ന ഈ ഒരു മുന്നണിയെയും ഈ പാർട്ടിയെയുമെല്ലാം കേരളത്തിൽ ജനങ്ങൾ പുറങ്കാലുകൊണ്ട് തൊഴിക്കും. നിങ്ങൾ തർക്കമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് കേരളത്തിൽ വരാൻ പോകുന്ന വലിയ തിരിച്ചടി അത് കാർമേഘം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സൂര്യനെ മറക്കുന്ന കാർമേഘമൊന്നുമല്ല. ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ കാട്ടുകൊള്ളക്കാരനെയും ഈ സംഘത്തെയും എല്ലാം കേരളത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുന്ന രൂപത്തിലുള്ള വലിയ രൂപത്തിലെ ജനങ്ങളുടെ പ്രതിഷേധമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനകത്ത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയാം. ഈ ബലദേവ് സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ആൾ എപ്പോഴും ഇടതുപക്ഷത്തിനായി അതിശക്തമായി വാദിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിന് പോലും നമ്മൾ തള്ളിപ്പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് പോലും ഇത്തരം നിലപാട് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഗോവിന്ദ മാഷക്ക് പിണറായി വിജയന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി അവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലായിരിക്കും കേരളത്തിന്റെ രാഷ്ട്രീയം, കേരളത്തിന്റെ അറിയാവുന്ന ആഴമറിയാവുന്ന ഒരു പാർട്ടിയാണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി, ഏറ്റവും വലിയ ലോക്കൽ കണക്റ്റ് ഉള്ള പാർട്ടി. എന്നിട്ടും നമ്മൾ തോറ്റതിൻ്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് തിരിച്ചാണ് ഇമ്പാക്ട് ചെയ്തത്. കാരണം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റി വലിയ തോതിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒന്നാണ്. കാരണം മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ വലിയ കാർക്കശ്യ നയരേഖ ഉള്ള പാർട്ടി. ആ പാർട്ടിയെ വിശ്വസിക്കാൻ ന്യൂനപക്ഷങ്ങൾക്ക് സാധാരണ നിലയ്ക്ക് അമാന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആകെ അകന്നുപോയി. കാരണം എന്താണ്? അവരെടുത്ത ഒരു സ്ട്രാറ്റജിയാണ് പാളിയത്. ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അവർക്കത് മനസ്സിലായിക്കൂടെ? അതെന്താണ് ആ പാർട്ടി മനസ്സിലായില്ല എന്ന മട്ട് നടിക്കാനുള്ള കാരണം എന്താണ്? ഞങ്ങൾക്ക് പാളിയിട്ടൊന്നുമില്ല എന്ന് സമ്മതിക്കാനുള്ള മടിയാണോ? അതോ പിന്നെയും എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ ഇതിനകത്ത് അവർ? ഇത്രയും കഴിഞ്ഞിട്ടും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. വെള്ളാപ്പള്ളി നടേശൻ SNDP പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആശകളും അഭിലാഷങ്ങളും പറയാം. അദ്ദേഹം 3 തവണയും മുഖ്യമന്ത്രി പിണറായി വിജയനായി ആവണം എന്ന് അദ്ദേഹത്തിൻ്റെ ആശയ അഭിലാഷമാണ്. അത് അദ്ദേഹത്തിന് പറയാനുള്ള അവകാശം എന്ന് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്മുടെ പ്രവാസി മുതലാളി യൂസഫ് അലിയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ CPI ചെയ്തോ ഇങ്ങനെ ആരാ?
ചതിയൻ ചന്തു എന്നൊക്കെ വിളിക്കുക. ഇങ്ങനെ എന്തും അത് കുറേ മാധ്യമങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്. മാധ്യമങ്ങൾ അദ്ദേഹത്തെ പോയിട്ട് ഇന്ന് മാധ്യമങ്ങൾക്ക് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു പറഞ്ഞാൽ വളരെ വളരെ പരിതാപകരമായിട്ടാണ്. അദ്ദേഹം വളരെ പ്രായം ഒരാളാണ്. എന്തൊരു മോശമായിട്ട് ആ മുഖത്തിലെ ഭാവമൊക്കെ കാണണം. നാവൊക്കെ കടിച്ച് എന്താണ് അദ്ദേഹം പറ്റിയത്, അദ്ദേഹത്തിന് എന്ത് പരിഭ്രാന്തി, അത് എപ്പോഴാണ് സംഭവിച്ചാലോചിക്കണം. ശിവഗിരി ഈ തീർത്ഥാടനത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, ഏറ്റവും മഹത്തായ ദിവസത്തിന് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ഈ പരിപാടി കാണിക്കുന്നത്. എന്തൊരു ഗോഷ്ഠിയെ കാണിച്ചത് മുഖം കൊണ്ട്. ഇതെന്താണ് മനസ്സിൽ സംഭവിച്ചത്? അപ്പോൾ ഇതൊന്നും പക്ഷേ നമ്മുടെ ഗോവിന്ദൻ മാഷക്കും ഒന്നും മനസ്സിലാവണില്ല. ഇത് തിരുത്താനോട് തയ്യാറല്ല. ഇത് തള്ളി പറയേണ്ടതല്ലേ? പിന്നെ ഈ വെള്ളാപ്പള്ളിയെ തള്ളി പറഞ്ഞ എന്ന് പറയും. അപ്പോൾ ഈ ചിലപ്പോൾ ഇവരെടുക്കാൻ ഒരു അടവ് നയുണ്ട്. ഞങ്ങളിതിനെ വെള്ളാപ്പള്ളി തള്ളി പറയും. വെള്ളാപ്പള്ളി ഞങ്ങളുടെ ആളല്ലല്ലോ. അതായത് അങ്ങനെയല്ല, ഇവർ തള്ളാനും തിരുത്താനൊക്കെ പോകേണ്ട പല ആൾക്കാരെയും വിമർശിക്കാൻ പോകാനല്ലോ. എന്താ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ മാത്രം മൗനം? വെള്ളാപ്പള്ളി ആരെ പ്രധാനം ചെയ്യുന്നത്? വെള്ളാപ്പള്ളിയുടെ പ്രധാനം ചെയ്യുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒന്നാമത്തെ ഇടയ്ക്ക് BJDS വേണ്ട പോലെ BJP സഹായിച്ചില്ല എന്ന് ഇടയ്ക്ക് വേപത് കൊള്ളുകയും, എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ വക്താവായിട്ട്, അതായത് ഇടതുപക്ഷത്തിൻ്റെ ഔദ്യോഗികമല്ല പക്ഷേ അനൗദ്യോഗിക വക്താവായിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി, മുഖ്യമന്ത്രിക്ക് വേണ്ടി നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, നിരന്തരമായി എല്ലാ മാധ്യമങ്ങളും ഈ ഗവൺമെൻറ്റിന് വേണ്ടി സംസാരിക്കുന്ന ഇതിപ്പോൾ അതായത് എല്ലാവർക്കും അറിയാം CPM-ൻ്റെ ആളല്ല എന്നൊക്കെ നമ്മൾ, പക്ഷേ അതിനെ തള്ളിപ്പറയുക. ഞങ്ങളുടെ ഈ രാഷ്ട്രീയത്തിൽ ഇടപെടണ്ട. ഇത് പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ശ്ലാഘനീയമായ കാര്യം ഈ തെരഞ്ഞെടുപ്പ് ശേഷം ഇടതുപക്ഷ നിരീക്ഷണമായിട്ടുള്ള ഇടതുപക്ഷ ഈ LDF-ൻ്റെ ഭാഗമായി നിൽക്കുന്ന വല്ലഭ സച്ചിദാനന്ദൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഈ സാമുദായിക ആചാര്യന്മാർ, നേതാക്കൾ, എന്ത് ആചാര്യന്മാർ, ഒരു ആചാര്യത്വം ഇല്ല. ഇവിടുത്തെ എങ്ങനെയൊക്കെ ഒരു നേതൃത്വം, കുടുംബ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഇവരാണോ കേരളത്തിൻ്റെ ഈ സാമുദായത്തെ പ്രദാനം ചെയ്യുന്നത്? ഇവരുടെ വാക്കുകൾ കേട്ടിട്ടാണോ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി CPM നിലനിൽക്കേണ്ടത്? ഇവരെ കൂട്ടുപിടിച്ച് നടക്കേണ്ടത് അപമാനകരം. അത് CPM മാത്രം, ഇടതുപക്ഷം എന്ന ആശയത്തിലല്ല. ഞാൻ VPP ഇപ്പോഴാണ് കണക്ട് ആയത്. VPP മുസ്തഫ, തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ പരിശോധിക്കുന്ന CPIക്ക് വെള്ളാപ്പള്ളിയെ കാണാൻ പറ്റുന്നുണ്ട്. വെള്ളാപ്പള്ളി ഉണ്ടാക്കിയ ഡാമേജ് വെള്ളാപ്പള്ളിയോട് ചേർന്ന് നിന്നപ്പോൾ നമുക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നു. കടുത്ത ഭാഷയിൽ വെള്ളാപ്പള്ളിയുടെ പേര് പറയുന്നു, തള്ളി പറയുന്നു. നിങ്ങൾക്ക് പറ്റാത്തത് ഇപ്പോൾ CPIക്ക് പറ്റുന്നുണ്ട്. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിൽ ഈ വിശകലന അകലം എങ്ങനെ ഉണ്ടാവുന്നു VPP? ഒന്ന്, CPIM-ഉം CPI-യും കൃത്യമായ സുശക്തമായ സംഘടനാ സംവിധാനങ്ങളുള്ള പാർട്ടികളാണ്. ആ പാർട്ടികളുടെ യോഗങ്ങളിൽ ചർച്ച ചെയ്ത എല്ലാ വിവരങ്ങളും പുറത്തു വന്നിട്ടൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ബഹുജനങ്ങളോട് പാർട്ടിക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇനി പാർട്ടിയിൽ ഉടനീളം ചർച്ച നടക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും കുറെ കൂടി വിശദാംശങ്ങൾ പാർട്ടിക്കകത്താണ് ചർച്ച ചെയ്യുക. അതുകൊണ്ട് CPM-ന്റെയും CPI-യുടെയും തെരഞ്ഞെടുപ്പ് വിശകലനം എന്ന പേരിൽ ഇപ്പോ നമ്മളിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല. അതിനേക്കാൾ കൂടുതൽ വിശദാംശങ്ങളുണ്ട്, കുറെ കൂടി ആഴത്തിലുള്ള പരിശോധനയും വിവരങ്ങളുമുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ടാണ് CPIM-ഉം CPI-യും രണ്ട് പാർട്ടിയിലും ഉടനീളം ഈ ചർച്ച നടത്താൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഇപ്പൊ കിട്ടിയ അല്പവിവരങ്ങൾ മാത്രം വെച്ച് CPM-ഉം CPI-യും എന്തോ വളരെ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള വിലയിരുത്തലുകളിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താൽക്കാലിക സുഖം നൽകുമെന്നല്ലാതെ സഞ്ചരിക്കാൻ പോവുകയാണ് എന്നുള്ളതല്ല. മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എങ്ങനെ തോറ്റു എന്ന് പരിശോധിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തുന്ന കാരണങ്ങളല്ല CPI കണ്ടെത്തുന്നത്. ഒരേ വിഷയത്തിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് അഭിപ്രായമുണ്ട്. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി വെള്ളാപ്പള്ളി ഒരു ഘടകമേ അല്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞപ്പോൾ, പരാജയ ഘടകമല്ല എന്ന് പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി ഘടകമായി എന്നാണ് ആ പാർട്ടി വിലയിരുത്തിയത്. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുൻപത്തെ സമീപനം മാറ്റി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ ബിനോയ് വിശ്വം ഒരു മടിയും കാണിക്കുന്നില്ല ആ പേര് പറയാൻ. പക്ഷെ നിങ്ങളിപ്പോഴും വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞ് അദ്ദേഹം പറയുന്നത് വർഗീയതയാണ് എന്ന് പറയാൻ ഭയപ്പെടുകയോ മടിക്കുകയോ പൊതിഞ്ഞു പിടിക്കുകയോ ചെയ്യുന്ന പാർട്ടിയാണ്. ഈ വ്യത്യാസം വിസിബിൾ ആണ്, പ്രകടമാണ്. അത് വിശദീകരിക്കാമോ? സെക്രട്ടറി, NSS, അതുപോലെ മുസ്ലിം സാമുദായിക സംഘടനകൾ, ക്രിസ്ത്യൻ സാമുദായിക സംഘടനകൾ, ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും അതിന്റെ നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങളും ആദ്യമായിട്ടുണ്ടാകുന്നതൊന്നും അല്ലല്ലോ. നമ്മുടെ നാട്ടിൽ സാമുദായിക സംഘടനകളെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പോലും ഉണ്ടാക്കിയത് കോൺഗ്രസും UDF-ഉമാണ്. SRP എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു, NDP എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു. 1980-കളിൽ അത് UDF-ന്റെ ഭാഗമായിരുന്നു, കോൺഗ്രസ് മുന്നണിയിലായിരുന്നു. 82-ലെ K. കരുണാകരൻ ഗവൺമെന്റിൽ SRP-ക്കും NDP-ക്കും ഓരോ മന്ത്രിമാരുൾപ്പെടെ കേരളത്തിൽ ഉണ്ടായിരുന്നു.
ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നേരത്തെ അനുഭവങ്ങളാണ്. പരമത വിദ്വേഷം പറയുന്ന ഒരാളെ ചേർത്ത് നിർത്തുന്നു എന്നതാണ് കേരളത്തിന്റെ പ്രശ്നം. അല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറിയെ ചേർത്ത് നിർത്തുന്നു എന്നത് ആരുടെയും പ്രശ്നമല്ല. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി പച്ചയായ നുണയും പരമത വിദ്വേഷവും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരാളെ ചേർത്ത് നിർത്തുന്നു എന്നതാണ് പ്രശ്നം. അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്ക് എന്താ പ്രശ്നം? വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ഒക്കെ ഒരേപോലെ പോകാം. പക്ഷെ അതിനിടയിൽ വർഗീയത പറയുന്ന ഒരേ ഒരു സമുദായ സംഘടനാ നേതാവേ കേരളത്തിലുള്ളൂ. അയാളുമായിട്ടുള്ള ബന്ധം വേണ്ട എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. നിങ്ങൾക്കത് പറയാനുള്ള ത്രാണിയായിട്ടില്ല. ഈ വ്യത്യാസം വിശദീകരിക്കാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വെള്ളാപ്പള്ളി പറയുന്ന എല്ലാ പ്രസ്താവനകളുടെയും ഉത്തരവാദിത്വമൊന്നും CPIM ഏറ്റെടുത്തിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ നിലപാടും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളുമാണ്. എന്നാൽ വെള്ളാപ്പള്ളി തീരെ തൊട്ടുകൂടാത്തവനാണ് എന്ന നിലപാടും CPIM എടുത്തിട്ടില്ല. അല്ല, വെള്ളാപ്പള്ളി വർഗീയത പറയുന്നുണ്ട് എന്ന അഭിപ്രായം CPIM എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെള്ളാപ്പള്ളി പരമത വിദ്വേഷം പറയുന്നുണ്ട് എന്ന അഭിപ്രായം CPIM ഉണ്ടോ? അദ്ദേഹം അങ്ങനെ പ്രകടിപ്പിച്ച, ഇപ്പൊ മലപ്പുറം ജില്ലയെ കുറിച്ചൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായത്തോട് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന കൂടി വന്നത് താങ്കളുടെ ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ. എന്താണ് ആ അഭിപ്രായത്തോടും വിശകലനത്തോടും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് തന്നെയാണ് CPIM പറഞ്ഞിട്ടുള്ളത്. അല്ല, അതങ്ങനെ വെറുതെ യോജിപ്പില്ല എന്ന് പറഞ്ഞ് വിടാൻ കഴിയുന്ന കാര്യമാണോ? അതോ മനുഷ്യർക്കിടയിൽ വലിയ തോതിൽ ഡിവൈഡ് ഉണ്ടാക്കുന്ന ആസൂത്രിത പ്രവൃത്തിയാണ് അദ്ദേഹം ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആ പറഞ്ഞത് വർഗീയതയാണ്, പരമത വിദ്വേഷമാണ് എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? വർഗീയത എന്ന് പറയുന്ന പ്രശ്നത്തെ വളരെ സീരിയസ് ആയി സമീപിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. അതിൻ്റെ കാലാകാലങ്ങളിലുള്ള പാർട്ടി കോൺഗ്രസ് വർഗീയതയെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് വലിയ ആഴത്തിലുള്ള ചർച്ചയും രേഖയും ഉണ്ടാക്കുന്ന പാർട്ടിയാണ്. വെള്ളാപ്പള്ളി കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയതയാണ് എന്ന അഭിപ്രായം CPIM ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ എത്രയോ ആഴ്ചകളായി വഴുതുന്നു. ഹലോ, യെസ്. അത് ഞങ്ങൾക്ക് ഇതിലൊന്നും യാതൊരു തർക്കവും അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഇല്ല. നിങ്ങൾ അതിന്റെ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. CPIM ഏതോ നിലയിൽ ഇങ്ങനെ വർഗീയത പറയുന്ന ആളുകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇത് കുറച്ചു കാലമായിട്ട് CPIM മേൽ ചാർത്താനുള്ള വലിയ ശ്രമം, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ അങ്ങനെ ഒരു നരേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വളരെ കൃത്യവും ആസൂത്രിതവുമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യവും വിശകലനവും അല്ലാതെ അല്ല, ഞാൻ എന്റെ ചോദ്യം വളരെ ഡയറക്റ്റ് ആണ്, കൃത്യവും വ്യക്തവുമാണ്. ഒരാൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം, ആ സത്യം മറച്ചുവെച്ച് വളരെ പച്ചയായ വ്യാജം പറയുകയാണ്. ആ വ്യാജത്തിന്റെ ഉൽപ്പന്നം എന്ന് പറയുന്നത്, അതിന്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വർഗീയതയാണ്, ഡിവിഷനാണ്. അതാണ് വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ പറയുന്നത് വർഗീയതയാണോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അത് വർഗീയതയാണ് വെള്ളാപ്പള്ളി പറയുന്നത് എന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതാണ് പ്രശ്നം. ബാക്കി കേരളത്തിൽ സാമാന്യ രാഷ്ട്രീയ ബോധ്യമുള്ള എല്ലാവരും ഈ പറയുന്നത് പരമത വിദ്വേഷമാണ് എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി വർഗീയതയും പറയുന്ന ഒരാളാണ് എന്ന് നിങ്ങൾ ഒരു കാലത്തും പറയുന്നില്ല. നിങ്ങൾക്ക് വെള്ളാപ്പള്ളിയെ പിണക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തിയിട്ട് എന്തോ പരിപാടിയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ VPP മുസ്തഫ താങ്കൾ ഒറ്റ വാക്ക് പറ, വെള്ളാപ്പള്ളി വർഗീയത പറയുന്ന ആളാണ് എന്ന ഒറ്റ വാക്ക്. ശരിയാണല്ലോ ഞാൻ പറഞ്ഞത്, തെറ്റൊന്നും അല്ലല്ലോ. പക്ഷെ നിങ്ങളത് ഏറ്റുപറയില്ല. അവിടെ നിങ്ങൾക്കൊരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് എന്താണെന്നാണ് കേരളം നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, മീഡിയ പറയുന്നത് അല്ലെങ്കിൽ അതിലെ ഒരു അവതാരകൻ നടത്തുന്ന നിരീക്ഷണം ഏറ്റുപറയാനുള്ളതല്ലല്ലോ CPIM. അപ്പൊ CPIM സ്റ്റാൻഡ് കൃത്യമാണ്. CPIM നിലപാടുകളെ കുറിച്ച് ജനങ്ങൾക്ക് വ്യക്തതയുമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റുപോയത്. ഞങ്ങളെ സംബന്ധിച്ച് അക്കാര്യത്തിൽ CPIM നിലപാടിനെ കുറിച്ച് ജനങ്ങൾക്ക് വ്യക്തതയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ തോറ്റുപോയത്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIM ഇങ്ങനെ തോക്കാൻ പാടില്ലാത്ത ഒരു പാർട്ടിയാണല്ലോ. തോറ്റുപോയത് നിങ്ങളുടെ നിലപാടിലെ വ്യക്തതയുടെ ഗുണം കൊണ്ടാണ്. ശരി, ഈ 2024-ലെ 25-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റുപോയത് വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവന കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്തുകൊണ്ട് തോറ്റുപോയി? 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്തുകൊണ്ട് തോറ്റുപോയി? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം, നിങ്ങൾ വിജയിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തന്നെ വിലയിരുത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെ നിങ്ങൾ വിലയിരുത്തുന്നത് ഒരു നാഷണൽ ആംബിയൻസ് ഉണ്ടാവും, അതിന്റെ ആനുകൂല്യം സ്വാഭാവികമായും കോൺഗ്രസിന് കിട്ടും കേരളത്തിൽ നിന്നാണ് എന്നൊക്കെ ഒരു ഒറ്റ കാരണത്തിൽ കൊണ്ടു നിർത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ആഴത്തിലുള്ള വിശകലനം നടത്താൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പൊ പിന്നെ വേറെ എന്താണ് കാരണം? അത് CPIM-ന്റെ മേലെ പിന്നെ നിങ്ങൾ ഒരു കാരണവും സമ്മതിക്കുന്നില്ല. ശബരിമല ഇമ്പാക്ട് ചെയ്തോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ സമ്മതിക്കുന്നില്ല. വെള്ളാപ്പള്ളി ഇമ്പാക്ട് ചെയ്തോ സമ്മതിക്കുന്നില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ സമ്മതിക്കുന്നില്ല. പിന്നെ എങ്ങനെ സംഭവിച്ചത്? വോട്ട് ചോരിയാണോ? നിങ്ങള്
ഇത് CPIM ഒരു കാരണം മാത്രമാണോ തോൽക്കാൻ? ഏതെങ്കിലും ഒരു കാരണം പറയാമോ? CPIM മാത്രമല്ല, ഏത് തെരഞ്ഞെടുപ്പിലും. 2021 UDF കേരളത്തിൽ തോറ്റു. അതിനൊരു കാരണമാണോ ഉണ്ടാവുക? നിരവധി ഘടകങ്ങൾ ഉണ്ടാവില്ലേ? ആ നിരവധി ഘടകങ്ങളുടെ കൂട്ടത്തിൽ ഇതെല്ലാം വരില്ലേ? നിങ്ങളുടെ ബാക്ക് ഫയലില്ലേ? എന്താണ് സംഭവം? 2021 രണ്ടാം തവണയും UDF തോൽക്കുന്നതിന്റെ കാരണം ജനങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു, നിങ്ങൾ തുടരണമെന്നാണ് അവർ ആഗ്രഹിച്ചത്, അതുകൊണ്ട് നിങ്ങൾ ജയിച്ചു. അതാണ് ഇതിന്റെ മേജർ റീസൺ. നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് മതിപ്പുണ്ടായിരുന്നു, ജനം ആ മതിപ്പിന് മേലെ വോട്ട് ചെയ്തു, അതാണ് റീസൺ. ഇപ്പോൾ ആ മതിപ്പില്ല എന്നാണ് അർത്ഥം നിങ്ങൾ തോക്കുമ്പോൾ. അത് നിങ്ങൾ സമ്മതിക്കണ്ടേ? അല്ലെങ്കിൽ ഒരു കാരണം പറയാനുണ്ടാവണ്ടേ? നിങ്ങൾ തോറ്റുവെന്ന് നിങ്ങൾ സമ്മതിക്കാൻ 1.5 ആഴ്ച എടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്കൊരു കാരണവും ചോദിച്ചാൽ ഭരണവിരുദ്ധ വികാരമില്ല, വെള്ളാപ്പള്ളി ബാധിച്ചില്ല, സ്വർണ്ണക്കൊള്ള ബാധിച്ചില്ല, പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഇല്ല, ഒരു കാരണവുമില്ലാതെ നിങ്ങൾ അങ്ങനെ തോക്കുന്നു. CPIM പോലെ ഒരു പാർട്ടി, ജനബന്ധിതമായ ഒരു പാർട്ടി, ആ പാർട്ടിക്ക് ഒരു കാരണം പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, നിരന്തരമായി വർഗീയത പുലമ്പുന്ന ഒരാൾ, അയാളെ ഒരു വർഗീയത പറയുന്ന ആൾ, വാവിട്ട് വർത്താനം പറയുന്ന ഒരാൾ എന്നു പോലും നിങ്ങൾക്ക് വിമർശിക്കാൻ ഭയപ്പാടാണ്. VPP മുസ്തഫ, അദ്ദേഹം കട്ടായി. ബാഡ് ലക്ക്. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ബൽദേവ്, ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ LDFന്റെ അസോസിയേറ്റ് ആയി നിൽക്കുന്ന ഒരു കക്ഷി കൂടിയാണല്ലോ. ഇപ്പോൾ LDFനകത്ത് ഈ തോൽക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് CPIMനൊഴികെ മറ്റെല്ലാ കക്ഷികൾക്കും ഏതാണ്ട് ഒരേ രൂപത്തിലുള്ള അഭിപ്രായമുണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ അതൊക്കെ ഉന്നയിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ഡെമോക്രസി സത്യത്തിൽ അതിനകത്തുണ്ടോ എന്ന് സംശയമുണ്ട്. 15ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ ഒരു തത്വസമിതിയാണ് ഡോക്ട്രിൻ ഓഫ് വാൾ ഓഫ് സെപ്പറേഷൻ. അതായത് 15ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിലെ രാജ്യങ്ങളുടെ ഭരണം മൊത്തം നിയന്ത്രിച്ചിരുന്നത് പോപ്പ് ഓഫ് റോം ആയിരുന്നു. ആ പോപ്പ് ഓഫ് റോമിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി മതപരമായ കാര്യങ്ങൾ മാത്രം പോപ്പ് നോക്കിയാൽ മതി, അധികാരത്തിൽ ഏർപ്പെടരുത് എന്ന് യൂറോപ്പിലെ രാജാക്കന്മാരും ഭരണാധികാരികളും തീരുമാനിച്ചു. അതാണ് ഡോക്ട്രിൻ ഓഫ് വാൾ ഓഫ് സെപ്പറേഷൻ. അത് മതത്തിന്റെ വഴിക്കും രാഷ്ട്രീയത്തിന്റെ വഴിക്കും പോകണം. ഞങ്ങളെ സംബന്ധിച്ചും ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. ഞങ്ങളുടെ പ്രസ്ഥാനം ഒരു ചെറുതാണെങ്കിൽ പോലും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എപ്പോഴും മതപരമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. മതത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കണം, പക്ഷെ അവർ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്താൻ പാടില്ല എന്നാണ് ഒരു മതനിരപേക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടന പറയുന്നത് മതേതരം എന്നാണ്. മതേതരം എന്ന വാക്കിന്റെ അർത്ഥം മതത്തിൽ നിന്ന് ഇതരമായത് എന്നാണ്. അതായത് എല്ലാ മതങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് തനതായ ഒരു വ്യക്തിത്വത്തിൽ പോകുന്നതാണ് നമ്മുടെ ഭരണഘടന. അതായത് എല്ലാ മതങ്ങൾക്കും തുല്യമായ പ്രാധാന്യം. പക്ഷെ അത് ഭരണവുമായി ബന്ധപ്പെടുത്തി പോകേണ്ടതല്ല. ഇവിടെ തീർച്ചയായിട്ടും എന്നും ഇങ്ങനെയുള്ള വർഗീയ ശക്തികളെ ആര് കൂട്ടുപിടിച്ചാലും അവർക്കുണ്ടാകുന്നത് തീർച്ചയായിട്ടും പരാജയം തന്നെയായിരിക്കും. കാര്യം ഒരു ഭാഗത്ത് വർഗീയത ഉണ്ടാവുമ്പോൾ മറുഭാഗത്ത് അതിനെ ചെറുക്കാനുള്ള മാധ്യമങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ വർഗീയമായിട്ടുള്ള ദുർവീകരണം ഞങ്ങൾക്ക് ദോഷം ചെയ്തിട്ടുണ്ട്. വർഗീയ ദുർവീകരണം പലപ്പോഴും ഉണ്ടാകുന്ന ആരാണോ റിലീജിയസ് ആയിട്ടുള്ള ഒരു പോളറൈസേഷൻ ശ്രമിക്കുന്നത്, താൽക്കാലികമായിട്ടൊരു വിജയം ഉണ്ടാവാമെങ്കിലും അവർക്ക് അതൊരു പക്ഷേ ശാശ്വതമായ വിജയത്തിലേക്ക് പോകില്ല. ഇവിടെ പിന്നെ ശ്രീ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട റജീൽ മങ്കുറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ശബരിമല സംഭവം അദ്ദേഹം ഇടയ്ക്ക് വെച്ചെന്ന് പ്രതിപാദിച്ചു പോയി. ശബരിമല സംഭവത്തെ നമ്മൾ വിശദമായിട്ട് ഒത്തിരി ചർച്ചകൾ നടത്തിയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട UDF കൺവീനർ അടൂർ പ്രകാശിലേക്ക് അന്വേഷണം ചെന്ന് നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് വരാം. ഈ വിജയമല്യ കൊടുത്ത സ്വർണം 98 കൊടുത്തു, അതിനുശേഷം കൊടുത്ത 26 ക്യാരറ്റ് സ്വർണ്ണമാണെന്നൊക്കെ പറയുന്നു. അതിന്റെയൊക്കെ ശാസ്ത്രീയമായ തെളിവുകൾ കോടതിയിലേക്ക് വരണം. ഇത് സ്വർണ്ണമായിരുന്നോ, 26 ക്യാരറ്റ് ആയിരുന്നോ, അതവിടെ നിൽക്കട്ടെ. അത് അപ്പോൾ 98 മുതലുള്ള അന്വേഷണങ്ങളിലേക്ക് അത് പോകും. അത് UDF ഭരിച്ചിട്ടുണ്ട്, ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. പിന്നെ ശ്രീ മുസ്തഫ മറ്റു കാര്യം കൂടെ പറഞ്ഞു, വർഗീയവാദികളെ കൂട്ടുപിടിക്കുന്നു. വർഗീയവാദികളെ ശരിയാണ് മുസ്തഫ പറഞ്ഞത്. പലപ്പോഴും ഇടതുപക്ഷത്തെക്കാൾ കൂടുതലായിട്ട് പലപ്പോഴും കൂട്ടുപിടിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ്. NDPയും SRPയും ഒക്കെ ജാതി സംഘടനകൾ, മതവുമായിരുന്നില്ല അത്, ജാതി സംഘടന കൂട്ടുപിടിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ഒരു ഭാഗത്തെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അവരെല്ലാം ഭൂരിപക്ഷം അങ്ങനെ എല്ലാ ഭാഗത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് കൂടുതലായിട്ട് വർഗീയ ശക്തികൾ ഇപ്പോഴും ഉള്ളത് കോൺഗ്രസ് മുന്നണി തന്നെയാണ്. അപ്പൊ ഞാൻ അതിനെയൊന്നും എതിർത്ത് പറയുകയല്ല. പ്രാദേശികമായിട്ട് ചില തെരഞ്ഞെടുപ്പ് കൊണ്ടാണ് നീക്കുപോക്കുകളാണ്. പക്ഷെ ഇവിടെ ഞങ്ങൾക്കുണ്ടായ പരാജയങ്ങൾക്ക് പല കാരണങ്ങൾ ഞങ്ങളുടെ എല്ലാ പ്രസ്ഥാനങ്ങൾ വിലയിരുത്തുക. LDFന്റെ മൊത്തത്തിലുള്ള പ്രസ്താവന പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും വിലയിരുത്തുന്ന പല കാര്യങ്ങളാണ് ഇത്രയും നാളത്തുള്ള ഭരണത്തോടുള്ള ചില ഭരണവിരുദ്ധം. നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ചില കാര്യങ്ങൾ ചില എതിർപ്പുണ്ടായിട്ട് ആഭ്യന്തര വകുപ്പായിട്ട് ബന്ധപ്പെട്ടോ പോലീസിന്റെ നടപടികളുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ പലപ്പോഴും ഈ ഗവൺമെന്റിനെതിരെ വലിയ കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും വിമർശിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. റാവുത്തർ 10 നല്ല കാര്യം ചെയ്തിട്ട് 11ാമതൊരു തെറ്റ് ചെയ്താൽ
ആ തെറ്റിൽ പിടിച്ച റാവുത്തറെ ആക്ഷേപിക്കും, 10 നല്ല കാര്യങ്ങൾ പറയില്ല. ഇവിടെ ഇടതുപക്ഷത്തിനെതിരെയും വന്നതാണ്. ഞങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം വളരെ ചെറുതായിട്ടുള്ള തെറ്റ് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം മുന്നേറിയപ്പോൾ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. പിന്നെ ഇവിടെ BJP ഒരു പക്ഷത്ത് വിജയം അവകാശപ്പെടുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF-നാണ് വോട്ട് കൂടുതൽ, സീറ്റ് കൂടുതൽ. ശരിയാണ്, ജനാധിപത്യ വ്യവസ്ഥയിൽ വോട്ട് ശതമാനമല്ല, എണ്ണമാണ് കൂടുതൽ. എണ്ണത്തിൽ കൂടുതൽ BJP-ക്ക് നേടാൻ കഴിഞ്ഞു, ഇടതുപക്ഷത്തിന് പുറകോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ BJP-യുടെ വിജയം കേരളം മൊത്തത്തിൽ അവർക്ക് 4% കൂടുതൽ വോട്ട് കുറവാണ്. ഇപ്പൊ ഇടതുപക്ഷവും UDF-ഉം തമ്മിലുള്ള വ്യത്യാസം എന്നാൽ 2% മാത്രമാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ്, 1-2% ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചെറിയ ചെറിയ പരാജയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാൻ കഴിയും. അതിന്റെ തെളിവ് നമ്മുടെ മുന്നിലുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. 2020 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തിയോടുകൂടി തിരിച്ചു വന്നു. 2021 ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകളുമായിട്ട് ഞങ്ങൾ ഒരു മുന്നണി, ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതീക്ഷിച്ചില്ല എത്രയും സീറ്റ് ഞങ്ങൾ കിട്ടുമെന്ന്. റിജിൽ മാക്കുറ്റി, CPI ഉയർത്തുന്ന ശബ്ദം എന്ന് പറയുന്നത് LDF-ന്റെ മൊത്തത്തിലുള്ള ഒരു നയം മാറ്റത്തിലേക്ക് നയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ LDF-നകത്ത് CPI-ക്ക് വളരെ പെട്ടെന്ന് എന്താണ് ഫ്ലൈറ്റ് മോഡിലേക്ക് പോകേണ്ടി വരുമോ? ശ്രീ നിഷാദ്, യഥാർത്ഥത്തിൽ CPI പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറായ ഒരു മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെ പെരുമാറുകയാണെന്ന് അവർ തന്നെ പറയാണ്. ഒരു ഏകാധിപത്യം ധിക്കാരിയായ ഒരാൾ എങ്ങനെ തിരുത്താൻ സാധിക്കാത്ത രൂപത്തിലേക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കുടുംബവും അകപ്പെട്ടു ഇരിക്കുകയാണ്. അതിൻ്റെ തെളിവാണ് BJP കേന്ദ്ര മന്ത്രിസഭയെയും പേടിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഭരിക്കുന്നത്. ആ കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടിയല്ല, CPIയുടെ താല്പര്യത്തിന് വേണ്ടിയല്ലല്ലോ എന്താണൊക്കെ നമുക്കറിയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ആ രൂപത്തിൽ ഭയപ്പെട്ട് നിൽക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. CPI പറഞ്ഞു പോകുക എന്നതിനപ്പുറത്തേക്ക് ഒരു ചുക്കും നടത്താൻ അല്ലെങ്കിൽ സമ്മതിക്കാൻ പിണറായി വിജയൻ തയ്യാറാവില്ല എന്നുള്ളത് സമീപകാലത്തെ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് CPIയുടെ ഈ വാക്കുകളൊക്കെ വൃഥാവിലാകുക എന്നല്ലാതെ മറ്റൊരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ഈ സർക്കാരിനെ വിലയിരുത്താൻ ഇപ്പോൾ ഇവിടെ ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ പറഞ്ഞു, കഴിഞ്ഞ 2019 ഞങ്ങൾ തോറ്റു, ഞങ്ങൾ ലോക്കൽ ബോഡി തിരിച്ചു വന്നു. അന്ന് കൊറോണയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് കൊറോണയുടെ കാലത്ത് ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. ഒരിക്കൽ ചക്ക വീട് മുയൽ ചത്തു എന്നതിൻ്റെ പേരിൽ എല്ലാ കാലവും ചക്ക വീട് മുയൽ ചാവാൻ പോകുന്നില്ല. അതിൻ്റെ ആനുകൂല്യം കിട്ടി, അതിൻ്റെ ആനുകൂല്യം നിങ്ങൾ അധികാരത്തിലേറി, പിന്നെയും നിങ്ങൾ ഏത് രൂപത്തിലാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ജനദ്രോഹ നയങ്ങൾ മാലപ്പടക്കല്ലേ. ഇപ്പോൾ സർക്കാർ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വലിയ കടകാലിയാക്കുന്ന പോലെയാണ്. വമ്പൻ ഓഫറുകൾ, പെൻഷൻ കൂട്ടി, അതുകൂട്ടി, ഇതുകൂട്ടി, എല്ലാം കൂട്ടി. എന്നിട്ട് എന്തായി? ജനങ്ങൾ വിശ്വസിച്ചില്ലെന്നേ. അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് വാരിക്കോരി കൊടുത്താൽ അവർ വിശ്വസിക്കും എന്നുള്ളതാണോ? അവർ ദൈനംദിനം വേട്ടയാടുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ പറയുന്ന അഴിമതിയും കൊറോണക്കൊള്ളയും അതോടൊപ്പം തന്നെ BJP-യുമായി ഒത്തുചേരുന്നതിനപ്പുറത്തേക്ക് നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ ഇല്ലേ? വിലക്കയറ്റം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? എല്ലാത്തിനും നികുതി കൂട്ടിയില്ലേ? കെട്ടിട നികുതി, ഭൂനികുതി, സർവത്ര നികുതി കൂട്ടി ജനങ്ങൾ പിഴിഞ്ഞെടുക്കല്ലേ? ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ട്. കേവലം ഇത് മാത്രമല്ല. അപ്പം എല്ലാം കൂടി വരുമ്പോൾ നിങ്ങൾക്കെതിരാണ് ജനം. അതുകൊണ്ട് നിങ്ങൾക്ക് 2026 നിങ്ങൾക്ക് ശോഭനമല്ല എന്ന് മാത്രമല്ല, ആ 2026 UDF അതിശക്തമായി മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പരിസരം ഈ കേരളത്തിലുണ്ട്. ആത്മാർത്ഥമായി സഖാക്കൾ പോലും ഇപ്പൊ പറയുന്ന ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന ആൾ കണ്ണൂർ പോലെയുള്ള ജില്ലയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. മാറ്റി വെച്ചാലും സർക്കാർ ഞാൻ അവസാനിപ്പിക്കാം. ശ്രീനിഷാദ്, ഒറ്റ കാര്യം. ഈ കണ്ണൂർ ജില്ലാ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം പഞ്ചായത്ത് പോലും 10-30-40 കൊല്ലമായി ഭരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന മുണ്ടേരി പഞ്ചായത്ത് പോലും UDF-ന് അനുകൂലമായി ചിന്തിച്ചു. പാർട്ടി കോട്ടകൾ ഓരോന്നായി തകർന്നുകൊണ്ടിരിക്കുന്നു. സഖാക്കന്മാരാണ് വോട്ട് ചെയ്തത്. CPM-ന്റെ ഏറ്റവും വലിയ താഴേക്കട സഖാക്കൾ വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ മുന്നേറ്റം ഞങ്ങൾക്കുണ്ടായത്. അപ്പോൾ സഖാക്കൾ ഉൾപ്പെടെ ഈ ഗവൺമെന്റ് മാറണം, ഈ RSS ഡീൽ നടന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോലും ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഈ കേരളത്തിൽ വരാനിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഭാവി ശോഭനല്ല, വലിയ രൂപത്തിൽ തിരിച്ചടി നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് CPI കരഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. ജനങ്ങളെ പുറങ്കാല് കൊണ്ട് ചവിട്ടി തൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നെറ്റ്വർക്ക് ഒക്കെ ഉണ്ട്, പണമുണ്ട്, അധികാരമുണ്ട്. ഈ ഷോർട്ട് നോട്ടീസിൽ ഒരു ചേഞ്ച് എടുക്കാൻ, ഒരു പുതിയ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, അതിന്റെ റിസൾട്ട് ഉണ്ടാക്കാൻ CPM-ന് പറ്റുമോ? അല്ല, 3 മാസം ഒരു എഫക്റ്റീവ് ഗവർണൻസിന് 3 മാസമാണ്. 3 മാസം അവരെ സംബന്ധിച്ചോളം പൊതുജനങ്ങളെ അഡ്രസ്സ് ചെയ്യുക. നേരത്തെ
ബഹുമാനോട് VP മുസ്തഫ പറഞ്ഞ സമയത്ത് ഞങ്ങൾ ഇൻസൈഡ് ചർച്ച ചെയ്യും, പൊതുജനങ്ങളെ അറിയിക്കേണ്ട ഇൻസൈഡ് ചർച്ച ഇതാണെങ്കിൽ പൊതുജനത്തിൻ്റെ അകത്ത് എന്ത് ചർച്ച നടത്തും എന്നൊക്കെ ഉള്ളത് ജനങ്ങളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. ഇവർ ആ കണ്ടെത്തി ആത്മവിശ്വാസം കൂടിപ്പോയി എന്നുള്ളതാണ്. അത് എന്ത് വിലയിരുത്തില്ല, ആത്മവിശ്വാസം കൂടിപ്പോയി എന്നുള്ളൊരു ഇങ്ങനെയൊക്കെ വിലയിരുത്തി ആൾക്കാർ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഈ ജനങ്ങളല്ലേ പോയി വോട്ട് ചെയ്യുന്നത്. ഈ വോട്ട് ചെയ്യാൻ ഈ പാർട്ടിക്കകത്തുള്ള ആൾക്കാർ മാത്രമല്ല വോട്ട് ചെയ്യുന്നത്. ഒരു കാര്യം പറയാം, UDF കുറിച്ച് പറയുമ്പോൾ UDF പഴയകാല ചരിത്രക്കഥയല്ല. ആരും അതിൽ VP മുസ്തഫ പറഞ്ഞ കാര്യമുണ്ട്, താക്കോൽ സ്ഥാനം ഓർമ്മയുണ്ടല്ലോ, താക്കോൽ സ്ഥാനം ഇതൊക്കെ നോക്കി അതുകൊണ്ട് അമ്പേ പരാജയപ്പെട്ടു ആ UDF. അപ്പോൾ ജനങ്ങൾ തിരുത്തിയിട്ടതൊക്കെ അത് തിരുത്തിയിട്ടുണ്ട്. ഈ സമുദായ ഈ സതീശന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനുള്ള ഒരു സാമൂഹ്യ നിലയും വിലയും എനിക്ക് തോന്നുന്നത് ഈ സാമുദായ നേതാക്കളുടെ പിന്നിൽ പോയി നടക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല അവരെ നിരന്തരം വിമർശിക്കുന്നത് അത് വലിയ വില കേരളത്തിൽ. കാര്യം സമൂഹം മാറി, കേരളം മാറി. ഇവരെ പിന്നിടക്കുന്ന ഈ ഓച്ചാനിച്ച് നടക്കുന്ന ആൾക്കാരൊന്നും ആർക്കും വിലയില്ല. ഒരു വലിയ തലമുറ മാറ്റം കേരളം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്താ വെച്ചാൽ UDF ഈ താക്കോൽ സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുന്നതിന് വരില്ല. കാര്യം അവർക്കൊന്നും ആ സമുദായത്തിന് വരില്ല. പിന്നെ ഒരു കാര്യം UDF സംബന്ധിച്ചുള്ള കാര്യം, ഈ SNDPയുടെ വെള്ളാപ്പള്ളിക്ക് മുമ്പുള്ള നേതാക്കളെയൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വിദ്യാസമ്പന്നരായ പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു. അവരൊക്കെ തന്നെ ഈ കോൺഗ്രസ്സുകാരായിരുന്നു. പക്ഷേ ശ്രീനാരായണ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇടവ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ CPM വോട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു വേർതിരിവ് എല്ലാ കാലത്തും ഉണ്ട്. ഇതൊക്കെ അറിയുന്നവരല്ലേ, എത്ര കാലമായി സീസൺഡായ രാഷ്ട്രീയക്കാരാണ് നമ്മുടെ ബഹുമാനയുടെ മുഖ്യമന്ത്രി ME ഗോവിന്ദനെ പോലുള്ള ആൾക്കാർ. ഇവർക്കത് അറിയാവുന്ന കാര്യമല്ലേ. ഇതൊന്നും അല്ല CPM ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇതല്ല. ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഈ സാമുദായിക സംഘടന പിന്നിൽ നടക്കണമാണല്ലോ. അപ്പോൾ സാമുദായികമായ വോട്ട് എന്ന് മുതലാണ് ഈ ഒരു കരുണാകരൻ്റെ ഒരു ഭേദം CPM ബാധിച്ചെന്ന് നമ്മൾ ആലോചിക്കുന്നത്. ഈ സാമുദായിക സംഘടന ചേർത്ത് പിടിക്കുക, സാമുദായിക രാഷ്ട്രീയങ്ങളിലേക്ക്, അതല്ല ഒരു കാലത്തും CPM വിജയത്തിന് ആധാരമായിരുന്ന കാര്യം. CPM പിന്തുണച്ചും ഈ കോവിഡ് ആണെങ്കിൽ പോലും ആ പിന്തുണയുടെ അടിസ്ഥാനം അതുതന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ സ്വഭാവം എല്ലാ കാലത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് നേതാക്കൾ ആ നിലയ്ക്ക് നിലനിന്ന് പോയിട്ടില്ല. വേറൊരു കാര്യം കൂടി പറയാം, പക്ഷെ ഇതൊക്കെ തന്നെയാണെങ്കിലും ഈ വിലയിരുത്തലെ ബന്ധപ്പെട്ട് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച ശരിയാ, ആൻറ്റി ഇൻകംബൻസി എന്ന് യാഥാർത്ഥ്യമാണ്. 10 വർഷമായി ഭരിക്കുന്നു, ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. പ്രത്യേകിച്ച് ഭരണത്തെ ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ് നിങ്ങളൊരു ഈ 2025 എടുത്തു നോക്കിയാൽ മതി. പോലീസ് അതിക്രമങ്ങളെ ബന്ധം എന്തൊക്കെ റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാധ്യമങ്ങൾ ഇത് തെറ്റായർത്ഥം റിപ്പോർട്ട് ചെയ്താണോ? മാധ്യമങ്ങൾ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്താണോ? PV അൻവർ ഈ പ്രശ്നം ഉന്നയിച്ച മലപ്പുറം ബന്ധപ്പെട്ട് അൻവർ ഉന്നയിച്ചിട്ടുണ്ട് ഈ പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. പോലീസ് എങ്ങനെയാണ്? അപ്പോൾ ഈ പോലീസിൻ്റെ അകത്ത് നേരത്തെ റജിൽ മാക്കൂറ്റി സൂചിപ്പിച്ച കാര്യം വളരെ ശരിയാണ്. പോലീസിൻ്റെ അകത്തുള്ള ഈ RS വൽക്കരണം, പോലീസ് മേധാവി RS നേതാവിനെ കാണാൻ പോയി, ഇതൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. ഇതൊക്കെ സമൂഹമുണ്ട്. ഇതൊക്കെ RS എന്താണ് BJPയുടെ വോട്ട് താഴേക്ക് പോയിന്ന് യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു സെക്കുലർ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതിൻ്റെ ഗുണം കൂടി കോൺഗ്രസ് അനുഭവിച്ചു. അതിൻ്റെ ഗുണം കൂടി കോൺഗ്രസിന് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. നമ്മൾ അങ്ങനെ തന്നെ വിലയിരുത്തി അങ്ങനെ തന്നെ നോക്കിക്കാണണം. അതേസമയം തന്നെ ഈ സാമുദായിക നേതാക്കളോടുള്ള അതിരുവിട്ട ഇത് VN വാസവനോടെ പോവുക, അതുപോലെ പാലാ ബിഷപ്പിൻ്റെ അടുത്ത് പോകുന്നത്, എന്താണിത്? വന്നിട്ട് CPI എന്ന് പറയുന്ന പ്രധാനപ്പെട്ട LDFിലെ പാർട്ടിയെ ആക്ഷേപിക്കുകയാണ്. അപ്പോൾ LDF ഒറ്റക്കെട്ടായി വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുക എന്നൊരു ഉത്തരവാദിത്വം LDFിനില്ലേ? അതോ CPIയെയും വിട്ട് വെള്ളാപ്പള്ളിയുടെ കൂടെ നിൽക്കുകയായിരിക്കുമോ LDF നേതൃത്വം ചെയ്യുക? എന്നോടാണെങ്കിൽ LDF ഞാൻ ഒന്ന് ബൽദേവിനോട്. അങ്ങനെ നേരത്തെ മുസ്തഫ പറഞ്ഞതുപോലെ സമുദായ നേതാക്കന്മാരെ ഏതെങ്കിലും ഒരു ഇഷ്യൂവിന്റെ പേരിൽ തള്ളിപ്പറയുക എന്നുള്ള രീതിയില്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ തെറ്റാണെങ്കിൽ അത് തിരുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഒരു സമുദായ നേതാവിനെയോ ഒരു സമുദായത്തെയോ തള്ളിപ്പറയുന്ന രീതിയൊന്നും ഇടതുപക്ഷത്തിലില്ല. അത് നാളെ സുമാരന്മാർ പറഞ്ഞാലും സമസ്തയുടെ ആൾക്കാർ പറഞ്ഞാലും ജമാഅത്തിന്റെ ആൾക്കാർ പറഞ്ഞാലും സമുദായ നേതാക്കന്മാർ തള്ളിപ്പറയുകയല്ല ചെയ്യുന്നത്. അവരുടെ പ്രസ്താവനകൾ തെറ്റാണെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകണം. അതിന് തീർച്ചയായിട്ടും ഷാവ് പ്രസാദ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള സമയമുണ്ട്. ഞങ്ങൾ 3-4 മാസം എന്ന് പറയുന്നത് വളരെ നല്ല സമയമാണ്. തെറ്റുകൾ പഠിച്ച് എന്തൊക്കെയാണ് ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണം, പല കാരണങ്ങളുണ്ടല്ലോ, 4-5 കാരണങ്ങളുണ്ട് ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണം. ആഭ്യന്തര വകുപ്പ് പോലീസുകാർ കാണിച്ചിട്ടുള്ള ചില കുഴപ്പങ്ങൾ, മറ്റു ചില പ്രശ്നങ്ങൾ, ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് തീർച്ചയായും PM ശ്രീയുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ വിഭിന്നമായ അഭിപ്രായം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ചുരുങ്ങിയ സമയം മതി. അത് പരിഹരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ അതൊക്കെ പരിഹരിച്ച് ഈ സമുദായപരമായിട്ടുള്ള ചേരുതിരിവ് ഇല്ലാതാക്കണം. അതാണല്ലോ നമ്മുടെ ഈ ചർച്ചകളിലൂടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വർഗീയ വിദ്വേഷം ഇല്ലാതാക്കി മതസൗഹാർദ്ദം ഉരുക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുക. അത് ഏത് പാർട്ടിയായാലും ഏത് മാധ്യമമായാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ പ്രസ്താവനകളിലൂടെ വർഗീയ വിദ്വേഷം കൂടാതിരിക്കണം. അതുപോലെ തന്നെ മതസൗഹാർദ്ദം കൂടുതലായിട്ട് വേണം. കേരളം അതിന് മാതൃകയായിട്ട് നമുക്കറിയാം. 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മുസ്ലിങ്ങൾ സാധ്യത കേരളത്തിൽ ഒരു തുള്ളി രക്തം പോലും ഒഴുകിയില്ല. നമ്മൾ വളരെ സൗഹാർദ്ദത്തോടെ നേരിട്ടു ഇവിടുത്തെ മുസ്ലിം ജനഭാവം.
ആ രീതിയിൽ വളരെ മുന്നോട്ട് ചിന്തിക്കുന്ന ഒരു മുസ്ലിം ജനവിഭാഗമാണ് കേരളത്തിലുള്ളതിന്റെ തെളിവാണ് 1992 ഡിസംബർ 6. മറ്റുള്ളിടത്തിനേക്കാൾ വളരെ ശക്തമായി സാമ്പത്തികമായിട്ടും അധികാരം എല്ലാം ഉള്ള ഒരു മുസ്ലിം ജനത അവർ വളരെ സമന്വയത്തോടു കൂടി അതിനെ നേരിട്ട് കണ്ടു. അന്ന് പാണക്കാട് തങ്ങൾ തന്നെയാണ് പറഞ്ഞത്, ആരും ഇങ്ങനെയുള്ള ആയുധം കയ്യിലെടുക്കരുത്, അതിനെതിരെ സമരം ചെയ്യരുത്. പാണക്കാട് ഫാമിലിയിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെയുള്ള എല്ലാ വർഗങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട് വർഗീയ വിദ്വേഷമില്ലാതെ മുന്നോട്ട് പോകാൻ, അതിനകത്ത് വെള്ളാപ്പള്ളി തള്ളിപ്പറയുക എന്നുള്ളതല്ല, സുകുമാരൻ നായർ തള്ളിപ്പറയുക എന്നുള്ളതല്ല, അവർ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി തിരുത്തണം. ഇപ്പോൾ CPI വെള്ളാപ്പള്ളി തമ്മിൽ തുറന്ന പോര് നടക്കുന്നുണ്ട്, പരസ്യമായ പോരാണ്. അത് നല്ലൊരു ആരോഗ്യകരമായ പ്രവർത്തനമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചതിയൻ ചന്തുവെന്നോ മറ്റു കാര്യങ്ങളൊക്കെ വിളിക്കുന്നു, അതവിടെ നിൽക്കട്ടെ. അതൊന്നും മുന്നണിക്ക് ഭൂഷണമാകുന്ന കാര്യങ്ങളല്ല. തീർച്ചയായിട്ടും അത് തിരുത്തി മുന്നോട്ട് പോകാൻ, തിരുത്തി മുന്നോട്ട് പോകുക എന്ന പ്രോസസ്സ് എന്തുമാത്രം അർത്ഥപൂർണ്ണമായിട്ട് LDF നോക്കുമെന്നത് ഉറ്റുനോക്കേണ്ട സംഗതിയാണ്. കാരണം എങ്ങനെ തോറ്റു എന്ന കാര്യത്തിൽ വ്യത്യസ്ത സ്വരമാണ് അതിനകത്ത് ഉയർന്ന് കേൾക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ശ്രീ ബൽദേവ്, റിജിൽ മാക്കുറ്റി, ദാമോദർ പ്രസാദ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിനോട് വേണം.